നാളെ തൃശൂർ പൂരമാണ്. കടുത്ത വെല്ലുവിളികൾ മുറിച്ചു കടന്നാണ് നമ്മൾ ഇത്തവണ പൂരത്തിലേക്ക് എത്തിയത്. പൂരത്തിന്റെ ഹരമായ വെടിക്കെട്ട് ഇത്തവണ അസാധ്യമാക്കുന്ന കേന്ദ്ര നിയമമായിരുന്നു ആദ്യ വെല്ലുവിളി. അത് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ വിദഗ്ധമായ നിയമോപദേശത്തിലൂടെ മറികടന്നു. ആന എഴുന്നള്ളിപ്പ് അസാധ്യം തന്നെയാക്കുന്ന ഹൈക്കോടതി വിധിയായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. അത് സുപ്രീം കോടതി ഇടപെടലിലൂടെ നമ്മൾ മറികടന്നു. പൂരത്തെ വർഗീയവൽക്കരിക്കാനും രാഷ്ട്രീയ പരീക്ഷണവേദിയാക്കാനുമുള്ള സംഘപരിവാർ നീക്കമായിരുന്നു മൂന്നാം വെല്ലുവിളി. അവരുടെ ദുഷ്ചെയ്തകൾ കഴിഞ്ഞ പൂരത്തെ വിവാദ നിഴലിൽ ആക്കിയിരുന്നു. സംസ്ഥാന സർക്കാരും ദേവസ്വം വകുപ്പും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും തൃശൂർ ജില്ലാ ഭരണകൂടവും തൃശൂർ കോർപ്പറേഷനും തൃശൂർ പൗരാവലിയും ഒരുപക്ഷെ കേരള ജനതയും ഒരുമിച്ച് നിന്ന് ഇക്കൊല്ലം അവരുടെ വെല്ലുവിളികളും മറികടക്കുന്നത് മതനിരപേക്ഷ കേരളം കണ്ടു നിൽക്കുകയാണ് ഈ പൂരത്തലേന്ന്. 2025 പൂരം പൊടിപൂരമാകട്ടെ. മലയാളിയുടെ സംസ്കാര സമ്പന്നതയുടെയും മതനിരപേക്ഷതയുടെയും മഹാപ്രതീകം കൂടിയായി തൃശൂർ പൂരം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് ദേവസ്വം മന്ത്രി VN വാസവൻ, CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, കോൺഗ്രസിന്റെ തൃശൂരെ യുവ നേതാവ് VR അനൂപ്, ഒപ്പം തന്നെ അക്കാദമിക് മേഖലയിൽ നിന്ന് നിരീക്ഷകനായ ചിന്തകനായ ഡോക്ടർ TS ശ്യാംകുമാർ. ആദ്യം തന്നെ ഞാൻ മന്ത്രിയിലേക്ക് പോവുകയാണ്. മന്ത്രി അവിടെ പൂരം സംഘാടനത്തിന്റെ ചുമതലയേറ്റ് പൂരം കഴിഞ്ഞ് ഇനി തലസ്ഥാനത്തേക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഈ രാത്രി പൂരത്തലേന്ന് അദ്ദേഹത്തിന് വിലപ്പെട്ട നിമിഷങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അല്പസമയം നമ്മളോടൊപ്പം ചെലവിടാമെന്ന് സമ്മതിച്ച് എത്തിയ VN വാസവനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനിസ്റ്റർ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, വളരെ വലിയ ഒരു വെല്ലുവിളികൾ വളരെ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ പൂരം അതിൻ്റെ സംഘാടകർ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര നിയമം, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിലോടുകൂടി ആ വെടിക്കെട്ട് സംബന്ധിച്ച നിയമ തടസ്സം നമ്മൾ വിദഗ്ധമായി വളരെ മനോഹരമായി മറികടക്കുന്നു. ഇപ്പോഴിതാ പൂരം പൂർവാധികം ഗാംഭീര്യത്തോടുകൂടി വെടിക്കെട്ടൊക്കെ സ്വരാജ് റൗണ്ടിന് ചുറ്റും നിന്ന് വളരെ കാലത്തിന് ശേഷം പൂരപ്രേമികൾ കാണാൻ പോകുന്ന നിലയിൽ അത് സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിവാദത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. രണ്ട് ദേവസ്വങ്ങളും സർക്കാരും വകുപ്പും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട്, കോർപ്പറേഷനും പൗരാവലിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പൂരം നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നാളത്തെ പൂരം ഔപചാരികമായി സമാരംഭിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു എങ്കിലും നാളെയാണ് പൂരം ദിവസം. അങ്ങനെ ആരംഭിക്കുന്നതിന് മുമ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക്, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഇപ്പോഴെന്ത് പറയാനുണ്ട്? NBC സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരത്തിന് ഈ പ്രാവശ്യം പല രൂപത്തിലുള്ള വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഭംഗിയായി വിജയകരമായി പൂരം നടത്തുന്നതിന് വേണ്ടിയുള്ള കാലേകൂട്ടിയുള്ള നീക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ആദ്യത്തെ യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം തൃശ്ശൂരിൽ വന്ന് ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് മന്ത്രിമാർ ശ്രീ കെ രാജനും ശ്രീമതി ആർ ബിന്ദുവും ഒപ്പം ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും എല്ലാം പങ്കെടുത്തുകൊണ്ട് കോർപ്പറേഷൻ മേയർ, ജില്ലാ ഭരണകൂടം ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് പല മീറ്റിങ്ങുകൾ ഞങ്ങൾ കൂടിയിരുന്നു. ആ കൂടിയ മീറ്റിങ്ങുകളെല്ലാം എങ്ങനെ ഭംഗിയായി ചിട്ടയായി വിജയകരമായി പൂർവാധികം ശക്തിയോടെ തൃശ്ശൂർ പൂരം നടത്താം എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഒരു ടീം വർക്കായി രൂപാന്തരപ്പെട്ട് ആ മീറ്റിങ്ങുകളിലെല്ലാം എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പൂരം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായത്.
പൂരം തുടങ്ങുന്നത് ഏപ്രിൽ മാസം 30-ാം തീയതി എല്ലാവർക്കും അറിയാവുന്ന ലാലൂർ ക്ഷേത്രത്തിൽ കൊടി ഉയർന്നുകൊണ്ടാണ്. ആദ്യത്തെ കൊടിയേറ്റ് മനോഹരമായി ഭംഗിയായി നടന്നിരുന്നു, വളരെ ആർഭാടപൂർവ്വം നടന്നിരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടാണ്. ആ സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ നടന്നപ്പോൾ ഒരുപക്ഷെ നമ്മൾ വലിയ വെടിക്കെട്ടിനോട് ഒപ്പം ചെത്തുന്ന രൂപത്തിലാണ് സാമ്പിൾ വെടിക്കെട്ട് ഭംഗിയായി വിജയകരമായി ഇന്നലെ പൂരപ്രേമികളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ വെടിക്കെട്ട് കഴിഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം അവിടെ തിടമ്പേറ്റി വരുന്ന ആന തള്ളി തുറന്ന് ആദ്യം പൂര വിളംബരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക. ഏതാണ്ട് 1:30 മണിയോടുകൂടി തിടമ്പേറ്റി വന്ന ആന ആ തെക്കേ ഗോപുരം തുറന്ന് ശ്രീമൂലം എത്തി. അതോടൊപ്പം തന്നെ അവിടെ നിലപാട് തറയിൽ ശംഖുവിളി ഉയർന്നപ്പോൾ പൂരത്തിൻ്റെ വിളംബരമായി. ആ പൂരത്തിൻ്റെ വിളംബരമായി കഴിഞ്ഞതോടുകൂടി നാനാ പ്രദേശത്തു നിന്ന് ആളുകൾ ഇരമ്പിയാർത്താണ് ഇപ്പോൾ പൂരം പറപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഏതായാലും ഈ ഘട്ടത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ചതിന് താങ്കൾക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ് താങ്കൾ. ഞാൻ ഒപ്പം തന്നെ നന്നായി തുടങ്ങിയാൽ നന്നായി അവസാനിക്കും എന്നൊരു ചൊല്ലുണ്ട്. അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കുകയും ചെയ്യാം. പൂരത്തിൽ അതിൻ്റെ മേള വൈവിധ്യമാണോ മനോഹരം, അതോ ആ വെടിക്കെട്ടാണോ അവിസ്മരണീയം എന്ന കാര്യത്തിൽ എപ്പോഴും തർക്കമുണ്ട്. വെടിക്കെട്ടിൽ നിന്നും തുടങ്ങട്ടെ. വെടിക്കെട്ട് അത് ഇത്തവണ നടക്കില്ല. നടക്കുകയാണെങ്കിൽ തന്നെ പേരിനൊരു വെടിക്കെട്ടായിരിക്കും എന്നൊരു ചിന്താഗതി പരക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജനങ്ങൾ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയില്ല. അതൊരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിന് വിട്ടുകൊണ്ടാണ് സർക്കാർ അത് അതിജീവിച്ചത്. വെടിപ്പുര എന്ന് പറയുന്ന വെടിക്കെട്ട് പുര അത് വെടിമരുന്ന് ശേഖരപ്പുരയാക്കി കണക്കാക്കാതിരിക്കുന്ന തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെടിക്കെട്ടെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നിരത്തുക. അതോടുകൂടി വെടിപ്പുര എന്ന് പറയുന്നത് വെടിമരുന്ന് ശേഖരപ്പുര അല്ലാതായി മാറി. അപ്പോൾ ഈ അകലപ്രശ്നം ഇല്ല എന്ന മട്ടിലാണ് ഈ കേന്ദ്ര നിയമത്തെ കേരളം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഹൃദയത്തിലുള്ള ആഘോഷത്തിന് വേണ്ടി മറികടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വർഷങ്ങളായുള്ള ഒരു ആവശ്യമായിരുന്നു സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ അനുവദിക്കണമെന്ന്. അതിൽ റിസ്ക് ഒക്കെ ഉണ്ട്, പേടിച്ചേ അത് ചെയ്യാൻ കഴിയൂ. പക്ഷെ ജനത്തിൻ്റെ നിയന്ത്രണത്തിന്, സ്വയം നിയന്ത്രണത്തിന് വിട്ടുകൊണ്ട് ഇത്തവണ സ്വരാജ് റൗണ്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി തുടർന്നു കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്, എത്രമാത്രം ഫലപ്രദമായി, എത്രമാത്രം സുരക്ഷിതമായി അത് നടപ്പാക്കാം എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ സംഘാടകർക്കും അതിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾക്കും ഉള്ളത്. മിനിസ്റ്റർ, ഇപ്പോൾ NBC സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ സർക്കുലർ അനുസരിച്ച് മുമ്പ് 35 മീറ്റർ അകലെ മാത്രം മതിയായിരുന്നു വെടിക്കെട്ട് നടത്തുന്ന ആളുകൾ നിൽക്കുന്നതെങ്കിൽ അത് 100 മീറ്ററാക്കി മാറ്റിയപ്പോഴാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് വന്നത്. ആ സർക്കുലർ ഇറങ്ങിയപ്പോൾ തന്നെ ബഹുമാനായ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് ഞാൻ കത്തയച്ചിരുന്നു. തൃശ്ശൂർ പൂരം പോലുള്ള ലോകമുറ്റുനോക്കുന്ന പൂരങ്ങളുടെ പൂരം നടക്കണമെങ്കിൽ ഈ സർക്കുലറിൽ കാര്യയോജനമായ മാറ്റങ്ങൾ വരുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു എൻ്റെ കത്ത്. ആ കത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എനിക്ക് മറുപടി തന്നത് അത് പല കമ്മീഷനുകളെ വെച്ച് പരിശോധിച്ചതുകൊണ്ട് അത് നടത്താൻ സാധ്യമല്ല എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കിട്ടിയത്. ഈ മറുപടി വെച്ചതിന് ശേഷം ഞങ്ങളിവിടെ തൃശ്ശൂരിൽ യോഗം ചേരുന്ന ഘട്ടത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും ഈ പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. ആ വിഷയത്തിൽ എങ്ങനെ അതിനെ മറികടക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ NBC സൂചിപ്പിച്ച രൂപത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാമായും ചർച്ച ചെയ്ത്, ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത്, കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ മറികടക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നിയമോപദേശം നമുക്ക് കിട്ടി. ആ നിയമോപദേശത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ച ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി വന്നപ്പോഴും ചില പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ആ വിധിയെ മറികടക്കാൻ ഇവിടുത്തെ ദേവസ്വം തന്നെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആന എഴുന്നള്ളിപ്പുള്ള അവസരവും ഒരുങ്ങിക്കിട്ടി. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കുന്ന കാര്യം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് ഈ രൂപത്തിലേക്ക് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏതെങ്കിലും തർക്കങ്ങളോ വെടിക്കെട്ട് സമയം മാറ്റിവെക്കാനോ ഒന്നും ഉള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാലേകൂട്ടി തന്നെ അതെല്ലാം ചർച്ച ചെയ്ത് അളന്നു തിരിച്ച് സ്ഥലം നിജപ്പെടുത്തി ബന്ധപ്പെട്ട രൂപത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വിന്യസിച്ച് ഏതാണ്ട് ഞങ്ങൾ അവസാനമായി കൂടുമ്പോൾ 4000-ഓളം പോലീസുകാരെ വിന്യസിക്കാൻ ആഭ്യന്തര വകുപ്പ്
അനുമതി തന്നു. അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് നടപടിയായി കഴിഞ്ഞിരിക്കുന്നു, വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഫയർഫോഴ്സ്, എക്സൈസ്, അതുപോലെ റവന്യൂ, മറ്റ് വാട്ടർ അതോറിറ്റി, കോർപ്പറേഷന്, ശുചിത്വ മിഷന്, അതുപോലെ തന്നെ KSEB, അതുപോലെ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ടീം വർക്ക് ഇവിടെ അനിവാര്യമാണ് എന്ന് കണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യേണ്ട കാര്യങ്ങൾ കാലേകൂട്ടി ഞങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ഓരോരുത്തരും ചുമതല, ആ ചുമതലകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൃത്യമായി നിർവഹിച്ചു. മിനിങ്ങാതെ കൂടുന്ന മീറ്റിങ്ങിൽ അവർ കൃത്യമായി റിപ്പോർട്ട് തന്നു. ഇപ്പോൾ അത് ഇന്ന് രാവിലെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ തീരുമാനിച്ചതുപോലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം കൃത്യമായി 2 ദിവസങ്ങളുടെയും ഞങ്ങൾ പോയി കണ്ടു. അവരെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിരിക്കുന്നു. തിരുവാമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും പൂർണ്ണ സംതൃപ്തരാണ്. ദേവസ്വം ഭാരവാഹികളുമായി ഇപ്പോൾ സംസാരിച്ചു. കാരണം ഇത്രത്തോളം മുന്നൊരുക്കങ്ങളുണ്ടായ ഒരു കാലഘട്ടം തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും കോർപ്പറേഷനും ഇവിടുത്തെ ജനപ്രതിനിധികളും അതേപോലെ ഇവിടുത്തെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും ഞങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ടീം വർക്ക് നല്ല ഫലം കണ്ടു എന്നുള്ളതാണ്. പൂരം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള വിവിധ ചടങ്ങുകൾ നടന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ നോക്കുമ്പോൾ ഇന്ന് സായാഹ്നത്തിൽ ഞങ്ങൾ കൃത്യമായി വടക്കുന്നാഥൻ്റെ ക്ഷേത്ര സന്നിധിയിൽ ശ്രീമൂലം സ്ഥാനത്തെത്തി. അവിടെ പ്രത്യേകമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ദാഹജല വിതരണ സങ്കേതം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ആനകളുടെ പരിശോധനകൾ നടക്കുന്നു. ആ കാര്യത്തിൽ ബന്ധപ്പെട്ട ടീമെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മനോഹരമായി നടക്കേണ്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് നാളെ രാവിലെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെറുപൂരങ്ങളുടെ ആദ്യത്തെ വരവാണ്. അത് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നത് 5:30 മണിക്ക് പുറപ്പെടും. അത് വെയിലും മഞ്ഞും ഏൽക്കാത്ത രൂപത്തിൽ എത്തിച്ചേരണമെന്ന സങ്കല്പം. ആ സങ്കല്പം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവർ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് 5:30 പുറപ്പെട്ടാൽ 7:30 മുമ്പ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ബാക്കി 7 ക്ഷേത്രങ്ങളിൽ കൂടി ചെറുപൂരങ്ങൾ എത്തിച്ചേരും. അങ്ങനെ 8 ക്ഷേത്രങ്ങളിലെ ചെറുപൂരങ്ങളെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിന്നീട് പാറമേക്കാവ് അവരുടെ എലഞ്ഞിത്തറ മേളവുമായി അവർ രംഗപ്രവേശം ചെയ്യും. അതുപോലെ തന്നെ തിരുവാമ്പാടി അവരുടെ ആദ്യത്തെ പഞ്ചവാദ്യവുമായി മഠത്തിൽ വരവ് തുടക്കം കുറിച്ച് പഞ്ചവാദ്യം കഴിഞ്ഞാൽ പാണ്ടിമേളമാകും. ഈ 2 മേളങ്ങളും ഏതാണ്ട് അവസാനിക്കുന്ന 4:30-5 മണിയോടുകൂടി കുടമാറ്റത്തിന് തുടക്കം കുറിക്കും. 2 ചേരികളിലായി 15 ആന അണിനിരക്കും. അപ്പോൾ അവിടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, അവിടെ ആലവട്ടവും അതുപോലെ തന്നെ മറ്റ് വെഞ്ചാമരവും എല്ലാമായിട്ടുള്ള പ്രകൃതി മനോഹരമായ രംഗങ്ങൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ രൂപത്തിൽ കാണികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായ രൂപത്തിലേക്ക് കുടമാറ്റത്തിന് തുടക്കം കുറിക്കും. ആ കുടമാറ്റം ആണ് ഏറ്റവും നയനമനോഹരമായ രംഗങ്ങൾ എല്ലാവർക്കും ആസ്വാദ്യകരമായ രൂപത്തിലേക്ക് എത്തിക്കുക. ഞാൻ 2 കൂട്ടരുടെയും സമയങ്ങൾ പോയി കണ്ടപ്പോൾ കുട അവർ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ ഇടവന്നു. അതിമനോഹരമായ ദൃശ്യവിരുന്നുകൾ ഒരുക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള കുടകളാണ് 2 കൂട്ടരും. പുതിയ ആകർഷണകരമായ രൂപത്തിൽ അവരിപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. പല രൂപത്തിലും വിസ്മയം തീർക്കുന്ന രൂപത്തിലായിരിക്കും കുടമാറ്റം നടക്കാൻ പോവുക. ആ കുടമാറ്റം തീർന്ന് ചടങ്ങും കഴിഞ്ഞതിന് ശേഷം വെളുപ്പിന് ഒരു 3 മണിക്ക് ശേഷമായിരിക്കും NBC സൂചിപ്പിച്ചതുപോലെ വലിയ രൂപത്തിലുള്ള ദൃശ്യ മനോഹരമായ രൂപത്തിലുള്ള വെടിക്കെട്ട് നടക്കാൻ പോവുക. ആ വെടിക്കെട്ട് തന്നെ മത്സരത്തോടു കൂടിയാണ് നടക്കുക. ഇപ്പം സാമ്പിൾ വെടിക്കെട്ട് നടന്നപ്പോൾ തന്നെ ഒരു പൊതു വെടിക്കെട്ടിൻ്റെ രൂപം അതിനുണ്ടായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന വെടിക്കെട്ട് എന്തായിരിക്കും എന്നാണ് കാണികൾ ഇന്നലെ കണ്ടവരിപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ പൊതുവിൽ മേളവും കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം ചേർന്ന് പൂരം എല്ലാ അർത്ഥത്തിലും വിസ്മയിക്കുന്ന തരത്തിലേക്ക് കാണികൾക്ക്, പൂരപ്രേമികളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ നിലയിലുള്ള തയ്യാറെടുപ്പുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പൊതുവെ അന്തരീക്ഷവും വളരെ സ്വാഗതാർഹമായ അല്ലെങ്കിൽ വലിയ പ്രകൃതിക്ഷോഭമൊന്നും ഇല്ലാത്ത ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് തൃശ്ശൂരിലുള്ളത്. നാളെയും അങ്ങനെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കർക്കശമായ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. നിയന്ത്രണവും ആവേശവും തമ്മിൽ പലപ്പോഴും ഇടയും ഇപ്പോഴും അത് ഉണ്ടാവാം. എല്ലാ കൂട്ടത്തിലും പ്രശ്ന മനസ്കരായ ചിലർ ഉണ്ടായിരിക്കും. അവർ ഉദ്ദേശിക്കാതെ തന്നെ അത്തരത്തിലൊക്കെ വന്നുകൂടും. എന്തെങ്കിലും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, 2 പേർ തമ്മിലുണ്ടാവുന്ന പ്രശ്നം, 2 കൂട്ടർ തമ്മിലുണ്ടാവുന്ന പ്രശ്നം ഏതെങ്കിലും തരത്തിൽ പരിധി വിട്ടു പോയാൽ, അത് എവിടെയെങ്കിലും വെച്ച് പൂര നടപടികളെ ബാധിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ ബന്ധപ്പെട്ടവർ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ആരായിരിക്കും അതിലെ അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും എടുക്കുക? ആരായിരിക്കും സുഗമമായ പൂര നടത്തിപ്പ് ഉറപ്പുവരുത്തുക? പൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ പൂരനഗരിയിൽ ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ച മന്ത്രി എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്?
നിശ്ചയമായും NBC ഏതു തരത്തിലുള്ള കൊച്ചു കൊച്ചു അവസരങ്ങൾ ഉണ്ടായാൽ പോലും സമയോചിതമായി സന്ദർഭോചിതമായി അതിൽ ഇടപെട്ട് പരിഹരിക്കാൻ പര്യാപ്തമായ മെഷർ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന്, ജില്ലാ ഭരണകൂടവും ഇതിന്റെ കോർഡിനേറ്ററായിട്ട് ഞങ്ങൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് ആ ഉദ്യോഗസ്ഥൻ ആ ചുമതലയേറ്റ് രംഗത്തുണ്ട്. ഇതുകൂടാതെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4000-ൽ പരം പോലീസുമായിട്ട് അവർ രംഗത്തുണ്ട്. ഞങ്ങൾ സംസ്ഥാനത്തെ 3 മന്ത്രിമാർ ഇവിടെ നിലവിലുണ്ട്, കേന്ദ്രമന്ത്രി നിലവിലുണ്ട്. അപ്പോൾ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ജനപ്രതിനിധികൾ എന്ന രൂപത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ കരുത്തും കർമ്മശേഷിയുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥതയോ അസംതൃപ്തിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ല. ഞങ്ങൾ ഒരു കാര്യം കൂടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, മറ്റൊന്നുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യരൂപം ഉയർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രചരണവും പാടില്ല എന്ന് മാത്രമല്ല, മതജാതി സ്പർദ്ധ വളർത്തുന്ന രൂപത്തിലുള്ള ഫ്ലെക്സുകളോ ബോർഡുകളോ പാടില്ല എന്നുള്ള കാര്യവും ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ക്ഷേത്രവും അതിൻ്റെ ആചാരങ്ങളും പൂരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിസ്മയങ്ങൾ തീർക്കുന്ന പരിപാടികളുമല്ലാതെ അതോടെ നടക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിൻ്റെ വേദിയായോ ചിഹ്നം ഉപയോഗിക്കാനോ കൊടി ഉപയോഗിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള കാര്യം കർശനമായി നടപ്പിലാക്കും. മതജാതി സ്പർദ്ധ വളർത്തുന്ന രൂപത്തിലുള്ള ഫ്ലെക്സുകളോ ബോർഡിലും വെക്കാനും പാടില്ല എന്ന കാര്യവും സൂചിപ്പിച്ചിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുൻകരുതലോടെ ജാഗ്രതയോടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ചെറിയ രൂപത്തിലുള്ള അസ്വസ്ഥത പോലും ഉണ്ടാകാത്ത രൂപത്തിൽ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് വരെ പരിശോധിച്ച് കൃത്യത വരുത്തിയിട്ടാണ് അതിൻ്റെ മട്ടുപ്പാവിലൊന്നും ആളുകൾ കയറാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ മരച്ചില്ലകളൊക്കെ തടസ്സമുണ്ടാക്കുന്നതൊക്കെ വെട്ടിക്കളഞ്ഞ് അതും കൃത്യമായി ആ പ്രദേശത്ത് മറ്റു രൂപത്തിൽ ആളുകൾക്ക് വിഷമമുണ്ടാക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ബന്ധപ്പെട്ട രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ, നല്ല രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ രൂപത്തിലുള്ള ജനനിബിഡമായ അന്തരീക്ഷമുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടാവാതെ പൂരപ്രേമികൾക്ക് പൂരം ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് സംജാതമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എത്ര വന്നാലും നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മിഷനറികളും നമ്മുടെ കയ്യിലുണ്ട്. ഏതു തരത്തിലുള്ള സ്ഥിതിയെയും നേരിടാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ, വാട്ടർ അതോറിറ്റി ആയിരുന്നാലും. ഞാനൊന്ന് ഇടപെടുന്നു. താങ്കളുടെ ആ പ്രസ്താവന അത് പരക്കെ സ്വാഗതം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതിലെ പ്രധാനപ്പെട്ട പങ്കാളികളായ 2 ദേവസ്വങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. വിദ്വേഷം ഉയർത്തുന്ന ചിഹ്നങ്ങളൊന്നും പൂരത്തിന്റെ ഭാഗമായി പൂരച്ചടങ്ങുകളിലോ പൂരനഗരിയിലോ ഒന്നും കാണരുത് എന്ന നിർദ്ദേശം പരക്കെ സ്വാഗതം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയ കക്ഷികളോ അതുപോലെ തന്നെ സാമുദായിക മത സംഘടനകളോ ഒന്നും അതിനെതിരെ രംഗത്ത് വന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് രാത്രി നല്ല ചടങ്ങുകളിലേക്ക് നല്ല മനസ്സോടുകൂടി നമ്മൾ പോകുമ്പോൾ ഇത് ഇത്തരത്തിൽ പറഞ്ഞ് പെരുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലാതല നേതാക്കൾ, വളരെ താഴ്ന്ന ജില്ലാതല നേതാക്കൾ, BJPയുടെ ജില്ലാതല നേതാക്കൾ അത് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്, മത ചിഹ്നങ്ങൾ ഇല്ലാതെ ഇത് നടത്തണം എന്ന് പറഞ്ഞാൽ തിടമ്പെഴുന്നള്ളിക്കാൻ കഴിയില്ലേ എന്നതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു. ഒറ്റപ്പെട്ട ശബ്ദം, ദുർബലമായ ശബ്ദം, പൊതുസമൂഹം അവഗണിച്ച, ദയനീയമാം വിധം അവഗണിച്ച ശബ്ദം. പക്ഷേ അങ്ങനെ ഒരു ശബ്ദം ഈ നാട്ടിലുണ്ട്. ആ ശബ്ദം മന്ത്രിസഭ കേൾക്കുന്നുണ്ടോ? ആ ശബ്ദത്തിൽ ആ ശബ്ദത്തിന് മുമ്പിൽ സ്വീകരിക്കേണ്ട മഹാജാഗ്രത, മഹാസാമൂഹ്യ ജാഗ്രതയിലേക്ക് കേരള സർക്കാർ എത്തുന്നുണ്ടോ? മിനിസ്റ്റർ എങ്ങനെ പ്രതികരിക്കുന്നു ആ ഒറ്റപ്പെട്ട ദുർബലമായ ശബ്ദത്തോട്? അത് ഞങ്ങൾ വിശദീകരിച്ച കാര്യം അവർ ശ്രദ്ധാപൂർവം കേൾക്കാഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞങ്ങൾ എടുത്ത തീരുമാനവും സർക്കുലറും വിശദീകരിച്ച നിലപാടും. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടിയോ അവരുടെ പടമോ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗവും പൂരപ്പറമ്പിൽ പ്രദർശിപ്പിച്ചുകൂടാ. 2, മതജാതി സ്പർദ്ധ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഫ്ലെക്സുകളോ ബോർഡുകളോ വെച്ചുകൂടാ. വളരെ വ്യക്തമല്ലേ കാര്യം? അപ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്കെതിരായിട്ടൊരു ജാതിയോ മറ്റു മതത്തിനെതിരായ മറ്റു മതമോ ഇതൊന്നും വരാനുള്ള പ്രചരണം ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവിടെ നടക്കണം. അത് തിടമ്പേറ്റുന്നതായിരുന്നാലും ശരി, അതിൻ്റെ ഉപചാരം ചെല്ലുന്ന രൂപമായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഗോപുരം തെക്കേ ഗോപുരം തള്ളിത്തുറക്കുന്ന തിടമ്പേറ്റി വന്ന ചെയ്യുന്ന നടപടിയായിരുന്നാലും ശരി, അതിലൊന്നും ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. എന്തൊക്കെയാണോ പൂരത്തിന് നടക്കേണ്ടത്, ആ നടക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഇതാണ് ശരിയെന്ന്
തിരുവാമ്പാടി ദേവസ്വവും അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വവും ഈ യോഗത്തിൽ സംസാരിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളും ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ അവസരങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് വിനയപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെയോ ഒരു ജാതിയോ മാറ്റി നിർത്തലല്ല, മറിച്ച് മതജാതി പ്രസ്ഥാനങ്ങൾ സ്പർദ്ധയുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഫ്ലെക്സുകളോ ബോർഡുകളോ വയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അന്യോന്യം ഏറ്റുമുട്ടുന്നത് അത് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞാൽ ഈ സന്ദേശം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ സംസ്കാരമാണ്. ആ മതനിരപേക്ഷതയുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ നാട്ടിൽ തൃശ്ശൂർ പൂരവും മതനിരപേക്ഷതയുടെ ഏറ്റവും ഉന്നതമായ വീക്ഷണവും ചിഹ്നവുമാണ്. ഒരു വിശ്വമാനതയാണ് തൃശ്ശൂർ പൂരത്തിൽ നിന്ന് ഉയരുന്നത്. എല്ലാ അർത്ഥത്തിലും ഇതിനെ സഹായിക്കുന്ന എത്രയോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. നാനാജാതി മതസ്ഥരടക്കം ഈ പൂരത്തെ എല്ലാ അർത്ഥത്തിലും നെഞ്ചേറ്റുന്നവരാണ്. അങ്ങനെ ലോകമാകെ ഉറ്റുനോക്കുന്ന പൂരങ്ങളുടെ പൂരമായ ചരിത്രപ്രസിദ്ധമായ പൂരം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും നടത്താൻ ഒരു മതനിരപേക്ഷതയുടെ പൂർണ്ണ രൂപം ഉയർത്തിപ്പിടിച്ച് മതേതരത്വത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഈ കാര്യം നടത്താൻ മുന്നോട്ട് പോകുന്നതിന് അതാരും സംകുചിതമായി ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. മിനിസ്റ്റർക്ക് തിരക്കുള്ള ഒരു ദിവസമാണ്. അവസാനമായി നാളെ പൂരത്തിലേക്ക് പോകുന്ന ജനങ്ങളോട് അങ്ങയുടെയും നമ്മുടെ എല്ലാവരുടെയും കാവൽക്കാരായ പൂരത്തിൻ്റെ പങ്കാളികളായ ജനങ്ങളോട് എന്ത് അഭ്യർത്ഥനയാണ് പൂരത്തിൻ്റെ തലേരാത്രിയിൽ മന്ത്രി എന്ന നിലയ്ക്ക് നടത്താനുള്ളത്? എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം പൂരം വിജയിക്കുക എന്നതാണ്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ പൂരം ആത്യന്തികമായി വിജയിപ്പിക്കാൻ ഒരു മനസ്സോടെ, ഒരു വീക്ഷണത്തോടെ, ഒരേ ദൃഷ്ടിയിൽ, ഒരേ സമീപനത്തോടെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഈ നാടിൻ്റെ സാംസ്കാരിക പ്രബുദ്ധതയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത് നടക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ്. ആതിഥേയ സംസ്കാരത്തിൽ എന്നും ഉന്നത ഉദാത്തവുമായ നിലപാടുകൾ സ്വീകരിക്കുന്ന തൃശ്ശൂർ ആ പൂരത്തിൻ്റെ രംഗത്തും ഈ പൂരത്തിലേക്ക് എത്തി നോക്കുന്ന ദൃഷ്ടികളും വന്നെത്തുന്ന ആളുകളും ആ ഉന്നതമായ സാമൂഹികവും സാംസ്കാരികവുമായ നിലവാരം ഉയർത്തിപ്പിടിച്ച് ഈ പൂരം ഏറ്റവും മഹനീയമായി മഹത്തരമായി ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിക്കുന്ന രൂപത്തിൽ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ദൃശ്യ വിസ്മയങ്ങൾ കൊണ്ടും ഏറ്റവും ഭംഗിയായി വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എല്ലാവരുടെയും മനസ്സ് ഇതിനോടൊപ്പം ചേരണമേ എന്ന് വിനയപൂർവ്വം കേരളത്തിലെ ജനങ്ങളുടെ സാംസ്കാരിക പ്രബുദ്ധതയോട്, വിശ്വാസ പ്രബുദ്ധതയോട്, ഒപ്പം മതനിരപേക്ഷയുടെ സംസ്കാരത്തോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വളരെയധികം നന്ദി മന്ത്രി. ഇതുപോലൊരു ദിവസം ഇത്രയും തിരക്കിട്ടുള്ള സമയത്ത് വലിയ ഉത്തരവാദിത്വങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന്, കൈരളിയുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു പൂരസന്ദേശം, മഹത്തായൊരു പൂരസന്ദേശം നൽകിയതിന്, താങ്കൾ സംഘടിപ്പിക്കുന്ന ഈ പൂരം കഴിഞ്ഞ വർഷത്തെ കളങ്കത്തെ മായ്ച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ മാതൃകാപരമായൊരു പൂരമായിട്ട്, പൂരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വീണ്ടെടുക്കലിൻ്റെ പൂരമായിട്ട് അടയാളപ്പെടുത്തട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി. ദേവസ്വം മന്ത്രി VS വാസവനാണ് നമ്മളോട് സംസാരിച്ചത്. മറ്റതിഥികളോട് ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ് ഔപചാരികമായിട്ട്. മന്ത്രി വളരെ തിരക്കിലാണ്. അദ്ദേഹത്തിന് മുഴുനീള ചർച്ചയിൽ 1 മണിക്കൂർ ഇരിക്കാൻ ഇന്ന് ആവശ്യപ്പെടാൻ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് മന്ത്രി പറയാനുള്ളത് പറഞ്ഞ് അദ്ദേഹത്തെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ കോൺഗ്രസിൻ്റെ നേതാവ് VR അനൂപിലേക്ക് വരികയാണ്. താങ്കൾ തൃശ്ശൂരിൽ തന്നെ ഉള്ള ഒരാളാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച്, അതിൻ്റെ സംഘാടക പ്രമുഖൻ എന്ന നിലയ്ക്ക് മന്ത്രിയാണ് അതിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച്, അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചത്. മന്ത്രിയുടെ നിരീക്ഷണങ്ങളോട് യോജിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന താങ്കൾ പങ്കിടുന്നുണ്ടോ? അനൂപ്. അനൂപ്, താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല. PCR ശ്രദ്ധിക്കുക. അനൂപിൻ്റെ ശബ്ദത്തിന് എന്തോ സാങ്കേതിക തകരാറ് മൂലം തടസ്സം നേരിടുന്നു. നമ്മളിപ്പോൾ CPIM-ൻ്റെ നേതാവ്, അദ്ദേഹവും തൃശ്ശൂരിൽ നിന്ന് ഉള്ള പ്രതിനിധിയാണ്, പൊതുപ്രവർത്തകനാണ്. PK ഷാജൻ, മന്ത്രി അദ്ദേഹത്തിൻ്റെ
പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. പൂരം എങ്ങനെ നടക്കണം എന്നൊരു സങ്കല്പം അവതരിപ്പിച്ചു. ജനങ്ങളോട് അത് വിജയിപ്പിക്കാൻ വേണ്ടി മാതൃകാപരമായൊരു പൂരം കാഴ്ചവെക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. താങ്കളുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഷാജൻ? തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാ അന്തസ്സിലും സന്തോഷത്തിലും നടത്താൻ മന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നടന്നതാണ്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡുകളും ഒറ്റക്കെട്ടായി ഈ പൂരം ഏറ്റവും സന്തോഷകരമാക്കി നടത്താനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നട തുറന്നപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. അത് കണ്ട എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇന്നലെ നടന്ന സാമ്പിൾ വെടിക്കെട്ട് എല്ലാവർക്കും കാണാൻ സൗകര്യമൊരുക്കി. എല്ലാവരുടെ മനസ്സിലും സന്തോഷം തളിർത്ത് നിൽക്കുന്നത് നമ്മൾക്ക് കാണാം. പൂരാവേശത്തിലാണ് എല്ലാവരും. ഇതിന് കാരണം സംസ്ഥാന ഗവൺമെൻറ് അതിൽ കാട്ടിയ നല്ല ജാഗ്രതയും ദേവസ്വം ബോർഡുകൾ അതിനോട് കാണിക്കുന്ന വളരെ ഗുണകരമായ നിലപാടും സഹായകരാണ്. പോലീസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത്. പൂരം കാണാൻ വരുന്നവർക്ക് സന്തോഷമായി തിരിച്ചു പോകാവുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ പൂരം ഏറ്റവും സന്തോഷകരവും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കളങ്കം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി എന്നിവിടെ സൂചിപ്പിച്ചു. എന്നാൽ അതൊക്കെ ഇല്ലാതാക്കി ഈ പൂരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗവൺമെൻറ് അതിൽ നന്നായി ഇടപെടുന്നുണ്ട്, ദേവസ്വം ബോർഡ് ഇടപെടുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അനൂപ്, താങ്കൾ തിരിച്ച് എത്തിയോ? താങ്കളുടെ ശബ്ദം ശരിയായ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നില ഇപ്പോഴുണ്ടോ? അനൂപ്, ഞാൻ താങ്കളിലേക്ക് വരട്ടെ. അനൂപിൻ്റെ ശബ്ദം ഇപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ ശ്യാംകുമാറിലേക്ക് വരികയാണ്. ഡോക്ടർ ശ്യാംകുമാർ, താങ്കൾ സംസ്കാര രംഗത്തെ ചലനത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ശാസ്ത്രീയമായി അതേക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. തൃശ്ശൂർ പൂരത്തിന് മറ്റ് ഏതുത്സവങ്ങൾക്കും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു തലമുണ്ട്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ഏതോ ഒരു കാലത്ത് ഉണ്ടായ ഒരു കാര്യത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് അത് പരക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ആശാവഹമായ ഘടകങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ ദിവസം ആ അമ്പലം എല്ലാ ജാതി മതസ്ഥർക്കുമായി തുറന്നു വയ്ക്കും. ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ ചെരുപ്പിട്ടുകൊണ്ട് വടക്കുനാഥൻ അമ്പലത്തിൽ കയറാനും ഈ മേളങ്ങളൊക്കെ ഇലഞ്ഞിത്തറ മേളമൊക്കെ ആസ്വദിക്കാനും ഉള്ള അവസരമുണ്ട് എന്നതിൽ നിന്ന് അത് തുടങ്ങുന്നു. തൃശ്ശൂർ ജനത ഏതാണ്ട് ഒന്നാകെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത് പോലും. അത്തരത്തിലൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ ഉത്സവങ്ങൾക്ക് ഇന്നത്തെ പുതിയ കാലത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ മതനിരപേക്ഷതയുടെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുന്നതിൽ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്? തൃശ്ശൂർ പൂരത്തിന് അക്കാര്യത്തിൽ പ്രത്യേകമായുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉള്ളതായി താങ്കൾ ശബ്ദം ശരിയായ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നില ഇപ്പോഴുണ്ടോ? അനൂപ്, ഞാൻ താങ്കളിലേക്ക് വരട്ടെ. അനൂപിൻ്റെ ശബ്ദം ഇപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ ശ്യാംകുമാറിലേക്ക് വരികയാണ്. ഡോക്ടർ ശ്യാംകുമാർ, താങ്കൾ സംസ്കാര രംഗത്തെ ചലനത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ശാസ്ത്രീയമായി അതേക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. തൃശ്ശൂർ പൂരത്തിന് മറ്റ് ഏതുത്സവങ്ങൾക്കും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു തലമുണ്ട്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ഏതോ ഒരു കാലത്ത് ഉണ്ടായ ഒരു കാര്യത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് അത് പരക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ആശാവഹമായ ഘടകങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ ദിവസം ആ അമ്പലം എല്ലാ ജാതി മതസ്ഥർക്കുമായി തുറന്നു വയ്ക്കും. ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ ചെരുപ്പിട്ടുകൊണ്ട് വടക്കുനാഥൻ അമ്പലത്തിൽ കയറാനും ഈ മേളങ്ങളൊക്കെ ഇലഞ്ഞിത്തറ മേളമൊക്കെ ആസ്വദിക്കാനും ഉള്ള അവസരമുണ്ട് എന്നതിൽ നിന്ന് അത് തുടങ്ങുന്നു. തൃശ്ശൂർ ജനത ഏതാണ്ട് ഒന്നാകെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത് പോലും.
അത്തരത്തിലൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ ഉത്സവങ്ങൾക്ക് ഇന്നത്തെ പുതിയ കാലത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ, മതനിരപേക്ഷതയുടെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുന്നതിൽ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്? തൃശ്ശൂർ പൂരത്തിന് അക്കാര്യത്തിൽ പ്രത്യേകമായുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉള്ളതായി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? മാഷേ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നവോത്ഥാന സംസ്കാരം, സാമൂഹ്യ പ്രബുദ്ധതയുടെ ഒരു സംസ്കാരം കേരളത്തെ സംബന്ധിച്ചുണ്ട് താനും. ഇത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് മതനിരപേക്ഷമായൊരു മണ്ഡലത്തിൽ നമ്മൾ പൂരം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നടന്നു വന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരുപാട് വേദനകൾ നിറഞ്ഞ, ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ, ഒരുപാട് ദുരിതങ്ങൾ പേറിയ ഒരു കാലഘട്ടത്തെ തരണം ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷപൂർവ്വം പങ്കെടുക്കാവുന്ന ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ മതേതരമായ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചരിത്ര സന്ദർഭം നമ്മൾ ഇപ്പോൾ ഓർക്കാതെ പോകരുത്. കാരണം ഒരു കാലത്ത് വടക്കുംനാഥ മൈതാനത്ത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് അധസ്ഥിത സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കാലുകുത്താൻ പോലും ഒരിടമായിരുന്നില്ല വടക്കുംനാഥ മൈതാനം. അന്നത്തെ മനോരമയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം അധസ്ഥിതരാക്കപ്പെട്ട ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് ഒന്നും കാലുകുത്താൻ കഴിയുന്ന ഇടമായിരുന്നില്ല വടക്കുംനാഥ ക്ഷേത്രം. അവർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കാലുകുത്തിയാൽ അത് അയിത്തമായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് അന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സവിശേഷമായ സാഹചര്യം, പ്രത്യേകിച്ച് പൂരം നടക്കുന്ന അവസരത്തിൽ, ആറാട്ടുപുഴ പൂരമൊക്കെ നടക്കുന്ന അവസരത്തിൽ പൂരം കടന്നു പോകുന്ന വഴികളിൽ താമസിക്കുന്ന ഈഴവരും തീയരും ഒക്കെ തന്നെ പൂരം നടക്കുന്ന അവസരത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് അവർ ആട്ടിയോടിക്കപ്പെടുന്ന സാഹചര്യം, പോലീസ് തന്നെ അവരെയൊക്കെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം പൂരത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ചരിത്രത്തെ എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഈ യാഥാസ്ഥിതികവും ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ്, അതിനെതിരെ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കുകൊള്ളാവുന്ന ഒരു മതേതരമായ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത്. ആ മതേതരമായ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ, പ്രത്യേകിച്ച് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ ഒക്കെ തന്നെ വലിയ പിന്തുണ ഈ തൃശ്ശൂർ പൂരത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനൊരു ജാതിമത ഭേദമന്യുള്ള ഒരു പിന്തുണ തൃശ്ശൂർ പൂരത്തിലുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം. അത് കുടയുടെ നിർമ്മാണ പ്രക്രിയ ആയാലും കൊള്ളാം, പന്തലിൻ്റെ നിർമ്മാണ പ്രക്രിയ ആയാലും കൊള്ളാം, അങ്ങനെ ഓരോരോ സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങളിലും കേരളത്തിലെ അടിത്തട്ട് സമുദായം, അധ്വാനവർഗ വിഭാഗങ്ങളൊക്കെ പങ്കെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന പൂരം വളരെ മതേതരമായ ഒരു പൂരത്തിൻ്റെ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം ഈ കാര്യത്തിൽ നമ്മൾ കാണാതെ പോകരുത്. അത് ശക്തൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടേണ്ടത്. അത് പൂരത്തിൻ്റെ ഈ സവിശേഷ ഘടകങ്ങളെ എല്ലാം തന്നെ മാനിക്കുമ്പോൾ പോലും ജനങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ, ജനങ്ങൾ എല്ലാ തരത്തിലുള്ള സന്തോഷവും പങ്കിടുന്ന ഒരു ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഘടകങ്ങളെ എല്ലാം തന്നെ നമ്മൾ ആദരിക്കുമ്പോൾ പോലും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ശക്തൻ്റെ കാലത്ത് തന്നെ വളരെ വലിയ മേൽക്കൈ പാറമേക്കാവ് ദേവസ്വത്തിനും തിരുവമ്പാടിക്കും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, മുമ്പുണ്ടായിരുന്ന രീതിയിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആയാലും കൊള്ളാം, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആയാലും കൊള്ളാം, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഭരണസമിതിയിലും നേതൃത്വത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന രീതിയിലുള്ള ഒരു സവിശേഷത ഈ ദേവസ്വം ഭരണാധികാര രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഈഴവരോ അല്ലെങ്കിൽ അത് താഴെയുള്ള ദളിതരോ ഒക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ഭരണസമിതികളിലൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ജനാധിപത്യത്തെ സംബന്ധിച്ച്, മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ആലോചനകൾ പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ നമുക്കതൊരു ന്യൂനതയായിട്ട് തോന്നും. ന്യൂനത തന്നെയാണ്, തോന്നുമെന്നല്ല, വളരെ ശക്തമായൊരു ന്യൂനതയാണത്. അപ്പോൾ ഇനി വരും കാലത്ത് പ്രത്യേകിച്ച് KV സദാനന്ദനെ പോലെയുള്ള ഈഴവ സമുദായത്തിൻ്റെ വളരെ ശക്തനായൊരു നേതാവ്, അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി, എനിക്ക് കൂടി ഈ ഭരണസമിതിയിൽ അംഗത്വം തരണമെന്ന് പറഞ്ഞ് KV സദാനന്ദനെ പോലെയുള്ള എലൈറ്റിൻ്റെ പ്രമുഖനായ ഒരു വ്യവസായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ഭരണസമിതിയിൽ അംഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇനിയൊരു മാറ്റം ഉണ്ടാകേണ്ടത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിൽ
പ്രത്യേകിച്ച് ഈഴവരും ദളിതരും ഒക്കെ തന്നെ അംഗങ്ങളായി വന്നാൽ മാത്രമേ അത് കൂടുതൽ ജനാധിപത്യപരമായ ഒരു ദേവസ്വം ഭരണസമിതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി വരും കാലത്ത് പരിഹരിക്കപ്പെടുമ്പോൾ മാത്രമാണ് തൃശ്ശൂർ പൂരം ആ അർത്ഥത്തിൽ വലിയൊരു മതേതര പൂരമായിട്ട് മാറുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ചില ആളുകളെ പുറന്തള്ളുകയും മറ്റു ചില ആളുകൾ മാത്രം നേതൃത്വം വഹിക്കുന്ന ഒന്നായിട്ടത് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിരിക്കെ തന്നെ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള ഒരു അവസരം ഇല്ലാതാക്കാനുള്ള ശ്രമം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളത് ആശാവഹമായൊരു കാര്യമാണ്. അതിവിടെ സൂചിപ്പിക്കാൻ കാരണം മുൻകാലത്ത് കുടമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴറിയാം, ഹിന്ദുത്വവാദികളായിട്ടുള്ള ആൾക്കാരുടെ, നേതാക്കന്മാരുടെ, ഹിന്ദുത്വവാദികളുടെ സൈദ്ധാന്തികന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ ഉയരുന്നൊരു സാഹചര്യം തൃശ്ശൂരുണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങൾ ഉയരുന്നതിനോടൊപ്പമാണ് ഇത്തരം ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ കുടമാറ്റവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിലൊക്കെ ഉയരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തിലോടു കൂടിയാണ് കാലഘട്ടത്തിൽ അത് ചെയ്തത്. അപ്പോൾ അത് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യം അതിനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വളരെ അശാസ്യപരമായിട്ടാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം പരിശോധിച്ചാൽ അറിയാം, ഹിന്ദുത്വ ശക്തികൾ അവരുടെ ഒരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ അധികാരം നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്സവങ്ങളെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും. അതാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഈ തൃശ്ശൂർ പൂരത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ കടന്നു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ നിലയ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ സംഭവവികാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രദ്ധ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്, ആശാസ്യമാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് അവർണജന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മാഷെ പോലെ ഒരാള് കാര്യങ്ങളെ സമഗ്രമായിട്ട് കാണുന്നതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഇത്തരം ജാതീയമായ ചില നടപടികൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രസക്തമാണ്. അതോടൊപ്പം താങ്കൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതൊക്കെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു മുന്നോട്ട് പോക്കാണ്. ഒരുപാട് മുന്നോട്ട് പോയിട്ടാണ് അത് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. ഇനിയും അത് മുന്നോട്ട് പോകാനുണ്ട് എന്ന അർത്ഥത്തിൽ സ്വാഗതാർഹം തന്നെയാണ്. അതവിടെ ഇരിക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അനൂപ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ദൃശ്യത്തിൽ അദ്ദേഹത്തെ കാണാം. അതൊന്ന് PCR-നോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അത് പെട്ടെന്ന് ഒന്ന് സമതുലിതമല്ലാത്ത ഒരു ചർച്ചയിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പോവുക. ഷാജൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഡോക്ടർ ശ്യാംകുമാർ നമ്മളോട് പറഞ്ഞത് വളരെ ജാഗ്രതയോടുകൂടി ആണ് പൂരത്തെ നമ്മൾ സമീപിക്കേണ്ടത്. പൂരത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ചില ജീർണതകൾ ഇനിയും നമുക്ക് തുടച്ചു നീക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ആർജിച്ച നേട്ടങ്ങൾ പോലും അപകടപ്പെടും വിധം ചില ശക്തികൾ പൂരം അടക്കമുള്ള ഉത്സവങ്ങളെയും ആരാധനാലയങ്ങളെയും ഒക്കെ ദുരുപയോഗിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതയും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജാഗ്രത എടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സത്യത്തിൽ ഇത്തവണത്തെ പൂരത്തിൻ്റെ സംഘാടനം ആ അർത്ഥത്തിൽ ഒരു സമരവും കൂടിയാണ്. നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്താനുള്ള ഒരു സമരമാണ് തൃശ്ശൂരിലെ 2 ദേവസ്വങ്ങളും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പും ഒക്കെ ചേർന്ന് അവിടെ നടത്തിയത്. അതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ആവേശകരമാണോ? അത് മുൻനിർത്തി അതിനെക്കുറിച്ച് ഈ പൂരത്തെ അതിൻ്റെ മതേതര ഉള്ളടക്കത്തോടു കൂടി സംരക്ഷിച്ചു നിർത്താൻ നടത്തിയ ആ ശ്രമങ്ങളെക്കുറിച്ച് താങ്കൾ എങ്ങനെ കമന്റ് ചെയ്യും? ഷാജൻ. വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് തൃശ്ശൂർ പൂരത്തിൽ നമുക്കിപ്പോൾ ഉള്ളത്. 2 ദേവസ്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്ന സന്ദർഭമാണ് ഈ തൃശ്ശൂർ പൂരം. മുൻപ് ആരെങ്കിലുമൊക്കെ ഈ തെറ്റായ പ്രവണതകൾക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു പൂരവും സന്തോഷകരമായിട്ടുള്ള പൂര അനുഭവമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൂരം ആവേശകരമാക്കുന്ന കാര്യത്തിലേക്ക് പോകലാവും നമുക്ക് ഏറ്റവും നല്ലത്. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ മുൻപ് നേടിയെടുത്ത പലതും തള്ളിക്കളയാൻ ആര് പരിശ്രമിച്ചാലും അതിന് തൃശ്ശൂർ ജനത കൂട്ടുകിട്ടില്ല എന്നുള്ളതാണ് ഈ പൂരത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ പാണ്ടിമേളം ആരംഭിക്കും നാളെ, എലഞ്ചിത്തറ മേളം. എലഞ്ചിത്തറ മേളം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്ന് ആർത്ത് ഉല്ലസിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ 8 പൂരങ്ങൾ വരുമ്പോൾ ഓരോ പൂരങ്ങൾക്കൊപ്പം നൂറുകണക്കിന് ആളുകളാണ് അണിനിരക്കുക. ആ പൂരങ്ങളും മടത്തിൽ വരവുമൊക്കെ പതിനായിരങ്ങൾ അണിനിരക്കുന്ന പൂരത്തിൽ ആര് കക്ഷിയും രാഷ്ട്രീയവും മതവും ചെലുത്താൻ ശ്രമിച്ചാലും ഒന്നും ഉണ്ടാകാത്ത നിലയിൽ അത് അന്തസ്സായ രീതിയിൽ നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവസ്വങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, തൃശ്ശൂർ ജനത ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും വളരെ പൂരത്തിന് വരുന്നവർക്ക് ഒരു മനപ്രയാസമില്ലാതെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി പോകാവുന്ന ഒരു സാഹചര്യം തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അതിന് കാണിക്കുന്ന ഒരു പ്രത്യേക ജാഗ്രത, ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ 3 ദിവസമായിട്ട് ഇവിടെയുണ്ട്. ഇനി പൂരം കഴിഞ്ഞിട്ടേ അദ്ദേഹം പോവും. അതുപോലെ 2 മറ്റു മന്ത്രിമാരുണ്ട്, മന്ത്രി കെ രാജനുണ്ട്, ആർ ബിന്ദു മന്ത്രിയുണ്ട്. ഇവരൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയാണ്. നൂറുകണക്കിന് പോലീസുകാർ ഓരോ സ്ഥലത്തുണ്ട്. പോലീസുകാർ എല്ലാവർക്കും സേവനം ചെയ്യുന്നതായിട്ട് കാണാം. ഒരു തടസ്സമില്ലാതെ അന്തസ്സായി ചെയ്യുന്നതായിട്ട് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ ഇനിയും പരിഷ്കരിക്കാനും മാറ്റാനുമൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് എടുക്കാം. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത നിലയിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതിൽ എനിക്ക് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ ജാഗ്രതയെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. എത്രയോ പ്രശ്നങ്ങൾ ഇപ്പോൾ മുമ്പിലിവിടെ വന്നു. ആളുകൾക്ക് പൂരം കാണുന്നതിന്, വെടിക്കെട്ട് കാണുന്നതിൻ്റെ തടസ്സം, ആനകൾ അണിനിരക്കുന്നതിന് തടസ്സം, ഇതുപോലെ തന്നെ ഓരോ സമയങ്ങളിലും വെടിക്കെട്ട് നടത്താൻ ആനകളെ അണിനിരത്തുന്ന കാര്യത്തിൽ ഒക്കെ നല്ല ജാഗ്രത സംസ്ഥാന ഗവൺമെൻറ് കാട്ടിയിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം കാട്ടിയിട്ടുണ്ട്. 2 ദേവസ്വങ്ങളും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സന്തോഷകരാണ്, മാതൃകാപരാണ്. ഷാജൻ, താങ്കൾ തൃശ്ശൂരിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ വിശ്വസിച്ചിരുന്നു നമ്മൾ മുഴുവൻ ആനകളെയും എഴുന്നള്ളിച്ച് ആന എഴുന്നള്ളിപ്പ്, ആ മേളവും ആവേശത്തോടു കൂടി എങ്ങനെയാണോ നേരത്തെ ജനങ്ങൾ കണ്ടിരുന്നത് അതേപോലെ മേളക്കാരുടെ തൊട്ടടുത്ത് നിന്ന് മേളം കേട്ടാലേ തൃശ്ശൂരെ മേളപ്രേമികൾക്ക് തൃപ്തരാവുള്ളൂ. ചിലപ്പോൾ അവരുടെ ചെണ്ടക്കോല് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് കൊണ്ടാൽ, വേദന എടുത്താൽ ആ വേദന പോലും ആനന്ദമായിട്ട് കരുതുന്ന ആളുകളാണ് അവിടുത്തെ മേളപ്രേമികൾ. അത്തരത്തിലുള്ള മേള ആസ്വാദനം ഇത്തവണയും ഉണ്ടാകുമെന്ന്. അതുപോലെ വെടിക്കെട്ട്, അതതിൻ്റെ ഒരു നഗരത്തിൻ്റെ ഒത്ത നടുക്ക് ഇങ്ങനെ നടത്തുന്നത് വളരെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. അത് ഇത്തവണയും അതിൻ്റെ ശക്തിയോടുകൂടി തുടരും എന്നൊക്കെ ഏതാനും മാസം മുമ്പ് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു. അതോ എന്ത് തടസ്സം വന്നാലും അതൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ ജനതയ്ക്കുണ്ട് എന്ന ആ വിശ്വാസത്തിൽ താങ്കൾ കാത്തിരിക്കുകയായിരുന്നു. ഷാജൻ, ഇത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പൂരം ഇതുപോലെ അന്തസ്സിൽ നടക്കുമോ എന്ന് ഞാനും എന്നെപ്പോലെ പലരും സംശയിച്ചിരുന്നു. തൃശ്ശൂർ പൂരം ഭംഗിയായി നടക്കുമോ എന്ന് നമ്മളെല്ലാവരും ഭയപ്പെട്ട അല്ലെങ്കിൽ വിഷമിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത് യാഥാർത്ഥ്യമാണ്. അതിൽ പല പല ഘടകങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പോഴും തോന്നിയ കാര്യം, ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട് എന്ന നല്ല മനസ്സ് എനിക്ക് മാത്രമല്ല മഹാഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. പലപ്പോഴായി ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റില്ല, അതുപോലെ വെടിക്കെട്ട് നടത്താൻ പറ്റില്ല, നടത്തിയാൽ തന്നെ കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇത് ആളുകളെ വല്ലാണ്ട് വ്യാകുലപ്പെടുത്തിയ ഒന്ന് തന്നെയായിരുന്നു എന്ന് നേരത്തെ സാർ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെയൊക്കെ ഇത്രയേറെ മറികടന്ന് ഇമാതിരി പൂരം നടത്തിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡുകളും കാട്ടിയ
ആ ഇച്ഛാശക്തിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഗവൺമെൻറ്റിനെ അതിലൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കണം. നമ്മൾ പൂരപ്രേമികളെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ അത്യാവേശത്തോടു കൂടിയാണ് കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഷാജൻ, ഞാൻ തിരിച്ചു വരാം. അനൂപ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ജോയിൻ ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ നേതാവ് VR അനൂപ്. അനൂപ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ആദ്യം തന്നെ നമുക്കൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടു. അത് സാങ്കേതിക സംവിധാനങ്ങളുടെ ആണെങ്കിൽ പോലും ഔപചാരികമായി ഞാൻ താങ്കളോട് ഖേദം അറിയിക്കുകയാണ്, ഞങ്ങളുടെ ഖേദം അറിയിക്കുകയാണ്. താങ്കൾ നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. എന്തായാലും പൂരത്തിന്റെ തലേ ദിവസമാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംഘാടകർ സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കളങ്കമൊന്നും നേരിയതാണെങ്കിൽ പോലും അത് തീണ്ടാത്ത ഒരു പൂരം കാഴ്ചവെക്കാനാകും. നമ്മുടെ അഭിമാനത്തിനൊത്ത പൂരം, നമ്മുടെ ജനാധിപത്യ പാരമ്പര്യത്തിനും മതേതര ബോധത്തിനും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പൂരം ഇത്തവണ നടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണോ അവിടെ മുന്നോട്ട് പോകുന്നത്? താങ്കൾ എന്ത് നിരീക്ഷിക്കുന്നു? താങ്കളുടെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്. ആ കോൺഗ്രസ് ഈ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു? അനൂപ്. തീർച്ചയായും കോൺഗ്രസിന്റെ നിലപാട് പൊതു ഇടങ്ങൾ, പൂരം പോലുള്ള പൊതു ഇടങ്ങളിൽ വർഗീയ താല്പര്യങ്ങൾ ഭരിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരമൊരു ചർച്ച പോലും കഴിഞ്ഞ തവണ പൂരത്തിനുണ്ടായ കളങ്കം ആവർത്തിക്കരുത് എന്നുള്ള കൈരളി ടിവിയുടെ ചർച്ചയെ പോലും ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ BJPയുടെ വർഗീയ അജണ്ടയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നതിനെയും പോസിറ്റീവായി കാണുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ കുടമാറ്റത്തിന് കുടകൾ പരിശോധിച്ച വിവരം പറഞ്ഞപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച ചില അപജയങ്ങൾ, അപഭ്രംശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സവർക്കറുടെ കുട പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്തരം കേരളത്തിലെ എപ്പോഴും ഇത്തരം വിശ്വാസം സമം, വിശ്വാസികൾ സമം, ഞങ്ങളാണ് എന്ന് പറയുന്ന അത്തരം ചിന്തകളെ പ്രതിരോധിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ പരിമിതപ്പെടുന്നതോ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ല. ഈ സമീപകാലത്ത് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെതിരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പൊതു ഇടങ്ങളിൽ ഇത്തരം പൊതു ഇടങ്ങളെ വർഗീയ താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും. പക്ഷെ മുൻകാലങ്ങളിൽ ചില പിഴവുകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായും അത്തരം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പൂരത്തിന്റെ സന്ദർഭത്തിൽ ഇന്നേ ദിവസം ഞങ്ങൾ പോകുന്നില്ല. തീർച്ചയായും അത്തരം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. അതിയായ ജാഗ്രത ആവശ്യമുണ്ട്. പൂരം പോലെ ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് ഇരച്ചു കയറാനുള്ള ഇത്തരം താല്പര്യങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സ്വാഗതാർഹമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. സത്യത്തിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഉള്ള ആ സ്വരം വളരെ ആഹ്ലാദകരം കൂടിയാണ്. നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം, ദേശീയ സമരത്തിലൂടെ ഉണ്ടായി വന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, അതിൻ്റെ ഭരണഘടന അനുശാസിക്കും വിധം തന്നെ കാര്യങ്ങൾ ഇവിടെ നടക്കണം. വർഗീയതയ്ക്ക് ഇവിടെ ഇടമില്ല എന്ന് താങ്കൾ വിട്ടുവീഴ്ചയില്ലാതെ പ്രഖ്യാപിക്കുന്നു. ഇത് അത്തരത്തിലുള്ളൊരു ചർച്ച, അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ചർച്ച തന്നെ നടക്കണം എന്ന് ഞാൻ കരുതുന്ന ഒരു ശബ്ദം ശരിയായ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നില ഇപ്പോഴുണ്ടോ? അനൂപ്, ഞാൻ താങ്കളിലേക്ക് വരട്ടെ. അനൂപിൻ്റെ ശബ്ദം ഇപ്പോഴും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ ശ്യാംകുമാറിലേക്ക് വരികയാണ്. ഡോക്ടർ ശ്യാംകുമാർ, താങ്കൾ സംസ്കാര രംഗത്തെ ചലനത്തെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ശാസ്ത്രീയമായി അതേക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. തൃശ്ശൂർ പൂരത്തിന് മറ്റ് ഏതുത്സവങ്ങൾക്കും ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു തലമുണ്ട്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ഏതോ ഒരു കാലത്ത് ഉണ്ടായ ഒരു കാര്യത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരിക്കെ തന്നെ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് അത് പരക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ആശാവഹമായ ഘടകങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ ദിവസം ആ അമ്പലം എല്ലാ ജാതി മതസ്ഥർക്കുമായി തുറന്നു വയ്ക്കും. ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ ചെരുപ്പിട്ടുകൊണ്ട് വടക്കുനാഥൻ അമ്പലത്തിൽ കയറാനും ഈ മേളങ്ങളൊക്കെ, ഇലഞ്ഞിത്തറ മേളമൊക്കെ ആസ്വദിക്കാനും ഉള്ള ഒരവസരമുണ്ട് എന്നതിൽ നിന്ന് അത് തുടങ്ങുന്നു. തൃശ്ശൂർ ജനത ഏതാണ്ട് ഒന്നാകെ തന്നെ
ജാതി മത വ്യത്യാസമില്ലാതെ ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത് പോലും. അത്തരത്തിലൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ ഉത്സവങ്ങൾക്ക് ഇന്നത്തെ പുതിയ കാലത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ, മതനിരപേക്ഷതയുടെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് എത്തിക്കുന്നതിൽ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്? തൃശ്ശൂർ പൂരത്തിന് അക്കാര്യത്തിൽ പ്രത്യേകമായുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉള്ളതായി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? മാഷേ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നവോത്ഥാന സംസ്കാരം, സാമൂഹ്യ പ്രബുദ്ധതയുടെ ഒരു സംസ്കാരം കേരളത്തെ സംബന്ധിച്ചുണ്ട് താനും. ഇത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് മതനിരപേക്ഷമായൊരു മണ്ഡലത്തിൽ നമ്മൾ പൂരം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നടന്നു വന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരുപാട് വേദനകൾ നിറഞ്ഞ, ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞ, ഒരുപാട് ദുരിതങ്ങൾ പേറിയ ഒരു കാലഘട്ടത്തെ തരണം ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷപൂർവ്വം പങ്കെടുക്കാവുന്ന ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ മതേതരമായ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചരിത്ര സന്ദർഭം നമ്മൾ ഇപ്പോൾ ഓർക്കാതെ പോകരുത്. കാരണം ഒരു കാലത്ത് വടക്കുന്നാഥ മൈതാനത്ത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് അധസ്ഥിത സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കാലുകുത്താൻ പോലും കഴിയുന്ന ഒരിടമായിരുന്നില്ല വടക്കുന്നാഥ മൈതാനം. അന്നത്തെ മനോരമയിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം അധസ്ഥിതരാക്കപ്പെട്ട ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് ഒന്നും കാലുകുത്താൻ കഴിയുന്ന ഇടമായിരുന്നില്ല വടക്കുന്നാഥ ക്ഷേത്രം. അവർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കാലുകുത്തിയാൽ അത് അയിത്തമായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് അന്നത്തെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സവിശേഷമായ സാഹചര്യം, പ്രത്യേകിച്ച് പൂരം നടക്കുന്ന അവസരത്തിൽ, ആറാട്ടുപുഴ പൂരമൊക്കെ നടക്കുന്ന അവസരത്തിൽ പൂരം കടന്നു പോകുന്ന വഴികളിൽ താമസിക്കുന്ന ഈഴവരും തീയരും ഒക്കെ തന്നെ പൂരം നടക്കുന്ന അവസരത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് അവർ ആട്ടിയോടിക്കപ്പെടുന്ന സാഹചര്യം, പോലീസ് തന്നെ അവരെയൊക്കെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം പൂരത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ചരിത്രത്തെ എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഈ യാഥാസ്ഥിതികവും ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ്, അതിനെതിരെ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കുകൊള്ളാവുന്ന ഒരു മതേതരമായ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത്. ആ മതേതരമായ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ, പ്രത്യേകിച്ച് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ ഒക്കെ തന്നെ വലിയ പിന്തുണ ഈ തൃശ്ശൂർ പൂരത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനൊരു ജാതിമത ഭേദമന്യുള്ള ഒരു പിന്തുണ തൃശ്ശൂർ പൂരത്തിലുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം. അത് കുടയുടെ നിർമ്മാണ പ്രക്രിയ ആയാലും കൊള്ളാം, പന്തലിൻ്റെ നിർമ്മാണ പ്രക്രിയ ആയാലും കൊള്ളാം, അങ്ങനെ ഓരോരോ സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങളിലും കേരളത്തിലെ അടിത്തട്ട് സമുദായം, അധ്വാനവർഗ വിഭാഗങ്ങളൊക്കെ പങ്കെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന പൂരം വളരെ മതേതരമായ ഒരു പൂരത്തിൻ്റെ മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം ഈ കാര്യത്തിൽ നമ്മൾ കാണാതെ പോകരുത്. അത് ശക്തൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടേണ്ടത്. അത് പൂരത്തിൻ്റെ ഈ സവിശേഷ ഘടകങ്ങളെ എല്ലാം തന്നെ മാനിക്കുമ്പോൾ പോലും ജനങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ, ജനങ്ങൾ എല്ലാ തരത്തിലുള്ള സന്തോഷവും പങ്കിടുന്ന ഒരു ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഘടകങ്ങളെ എല്ലാം തന്നെ നമ്മൾ ആദരിക്കുമ്പോൾ പോലും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ശക്തൻ്റെ കാലത്ത് തന്നെ വളരെ വലിയ മേൽക്കൈ പാറമേക്കാവ് ദേവസ്വത്തിനും തിരുവമ്പാടിക്കും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, മുമ്പുണ്ടായിരുന്ന രീതിയിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആയാലും കൊള്ളാം, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആയാലും കൊള്ളാം, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഭരണസമിതിയിലും നേതൃത്വത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന രീതിയിലുള്ള ഒരു സവിശേഷത ഈ ദേവസ്വം ഭരണാധികാര രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഈഴവരോ അല്ലെങ്കിൽ അത് താഴെയുള്ള ദളിതരോ ഒക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ഭരണസമിതികളിലൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ജനാധിപത്യത്തെ സംബന്ധിച്ച്, മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ആലോചനകൾ പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ നമുക്കതൊരു ന്യൂനതയായിട്ട് തോന്നും. ന്യൂനത തന്നെയാണ്, തോന്നുമെന്നല്ല, വളരെ ശക്തമായൊരു ന്യൂനതയാണത്. അപ്പോൾ ഇനി വരും കാലത്ത് പ്രത്യേകിച്ച് KV സദാനന്ദനെ പോലെയുള്ള ഈഴവ സമുദായത്തിൻ്റെ വളരെ ശക്തനായൊരു നേതാവ്, അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി, എനിക്ക് കൂടി ഈ ഭരണസമിതിയിൽ അംഗത്വം തരണമെന്ന് പറഞ്ഞ് KV സദാനന്ദനെ പോലെയുള്ള എലൈറ്റിൻ്റെ പ്രമുഖനായ ഒരു വ്യവസായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ഭരണസമിതിയിൽ അംഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇനിയൊരു മാറ്റം ഉണ്ടാകേണ്ടത് പാറമേക്കാവ് തിരുമ്പാടി ദേവസ്വത്തിൽ
പ്രത്യേകിച്ച് ഈഴവരും ദളിതരും ഒക്കെ തന്നെ അംഗങ്ങളായി വന്നാൽ മാത്രമേ അത് കൂടുതൽ ജനാധിപത്യപരമായ ഒരു ദേവസ്വം ഭരണസമിതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി വരും കാലത്ത് പരിഹരിക്കപ്പെടുമ്പോൾ മാത്രമാണ് തൃശ്ശൂർ പൂരം ആ അർത്ഥത്തിൽ വലിയൊരു മതേതര പൂരമായിട്ട് മാറുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ചില ആളുകളെ പുറന്തള്ളുകയും മറ്റു ചില ആളുകൾ മാത്രം നേതൃത്വം വഹിക്കുന്ന ഒന്നായിട്ടത് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിരിക്കെ തന്നെ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള ഒരു അവസരം ഇല്ലാതാക്കാനുള്ള ശ്രമം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളത് ആശാവഹമായൊരു കാര്യമാണ്. അതിവിടെ സൂചിപ്പിക്കാൻ കാരണം മുൻകാലത്ത് കുടമാറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴറിയാം, ഹിന്ദുത്വവാദികളായിട്ടുള്ള ആൾക്കാരുടെ, നേതാക്കന്മാരുടെ, ഹിന്ദുത്വവാദികളുടെ സൈദ്ധാന്തികന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ ഉയരുന്നൊരു സാഹചര്യം തൃശ്ശൂരുണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങൾ ഉയരുന്നതിനോടൊപ്പമാണ് ഇത്തരം ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങൾ കുടമാറ്റവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിലൊക്കെ ഉയരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തിലോട് കൂടിയാണ് കാലഘട്ടത്തിൽ അത് ചെയ്തത്. അപ്പോൾ അത് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യം അതിനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ഇക്കാര്യത്തിൽ പുലർത്തുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളം വളരെ അശാസ്യപരമായിട്ടാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം പരിശോധിച്ചാൽ അറിയാം, ഹിന്ദുത്വ ശക്തികൾ അവരുടെ ഒരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ അധികാരം നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്സവങ്ങളെയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും. അതാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഈ തൃശ്ശൂർ പൂരത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ കടന്നു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ നിലയ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ സംഭവവികാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രദ്ധ പ്രത്യേകിച്ച് ഇക്കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്, ആശാസ്യമാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർണജന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മാഷെ പോലെ ഒരാൾ കാര്യങ്ങളെ സമഗ്രമായിട്ട് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഇത്തരം ജാതീയമായ ചില നടപടികൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രസക്തമാണ്. അതോടൊപ്പം താങ്കൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതൊക്കെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു മുന്നോട്ട് പോക്കാണ്. ഒരുപാട് മുന്നോട്ട് പോയിട്ടാണ് അത് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. ഇനിയും അത് മുന്നോട്ട് പോകാനുണ്ട് എന്ന അർത്ഥത്തിൽ സ്വാഗതാർഹം തന്നെയാണ്. അതവിടെ ഇരിക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അനൂപ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ദൃശ്യത്തിൽ അദ്ദേഹത്തെ കാണാം. അതൊന്ന് PCR-നോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അത് പെട്ടെന്ന് ഒന്ന് സമതുലിതമല്ലാത്ത ഒരു ചർച്ചയിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പോവുക. ഷാജൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഡോക്ടർ ശ്യാംകുമാർ നമ്മളോട് പറഞ്ഞത് വളരെ ജാഗ്രതയോടുകൂടി ആണ് പൂരത്തെ നമ്മൾ സമീപിക്കേണ്ടത്. പൂരത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ചില ജീർണതകൾ ഇനിയും നമുക്ക് തുടച്ചു നീക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ആർജിച്ച നേട്ടങ്ങൾ പോലും അപകടപ്പെടും വിധം ചില ശക്തികൾ പൂരം അടക്കമുള്ള ഉത്സവങ്ങളെയും ആരാധനാലയങ്ങളെയും ഒക്കെ ദുരുപയോഗിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതയും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജാഗ്രത എടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സത്യത്തിൽ ഇത്തവണത്തെ പൂരത്തിൻ്റെ സംഘാടനം ആ അർത്ഥത്തിൽ ഒരു സമരവും കൂടിയാണ്. നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്താനുള്ള ഒരു സമരമാണ് തൃശ്ശൂരിലെ 2 ദേവസ്വങ്ങളും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പും ഒക്കെ ചേർന്ന് അവിടെ നടത്തിയത്. അതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ആവേശകരമാണോ? അത് മുൻനിർത്തി അതിനെക്കുറിച്ച് ഈ പൂരത്തെ അതിൻ്റെ മതേതര ഉള്ളടക്കത്തോടു കൂടി സംരക്ഷിച്ചു നിർത്താൻ നടത്തിയ ആ ശ്രമങ്ങളെക്കുറിച്ച് താങ്കൾ എങ്ങനെ കമന്റ് ചെയ്യും? ഷാജൻ. വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് തൃശ്ശൂർ പൂരത്തിൽ നമുക്കിപ്പോൾ ഉള്ളത്. 2 ദേവസ്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്ന സന്ദർഭമാണ് ഈ തൃശ്ശൂർ പൂരം. മുൻപ് ആരെങ്കിലുമൊക്കെ ഈ തെറ്റായ പ്രവണതകൾക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു പൂരവും സന്തോഷകരമായിട്ടുള്ള പൂര അനുഭവമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൂരം ആവേശകരമാക്കുന്ന കാര്യത്തിലേക്ക് പോകലാവും നമുക്ക് ഏറ്റവും നല്ലത്. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ മുൻപ് നേടിയെടുത്ത പലതും തള്ളിക്കളയാൻ ആര് പരിശ്രമിച്ചാലും അതിന് തൃശ്ശൂർ ജനത കൂട്ടുകിട്ടില്ല എന്നുള്ളതാണ് ഈ പൂരത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ പാണ്ടിമേളം ആരംഭിക്കും നാളെ, എലഞ്ചിത്തറ മേളം. എലഞ്ചിത്തറ മേളം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്ന് ആർത്ത് ഉല്ലസിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ 8 പൂരങ്ങൾ വരുമ്പോൾ ഓരോ പൂരങ്ങൾക്കൊപ്പം നൂറുകണക്കിന് ആളുകളാണ് അണിനിരക്കുക. ആ പൂരങ്ങളും മടത്തിൽ വരവുമൊക്കെ 10,000 അണിനിരക്കുന്ന പൂരത്തിൽ ആര് കക്ഷിയും രാഷ്ട്രീയവും മതവും ചെലുത്താൻ ശ്രമിച്ചാലും ഒന്നും ഉണ്ടാകാത്ത നിലയിൽ അത് അന്തസ്സായ രീതിയിൽ നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവസ്വങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, തൃശ്ശൂർ ജനത ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും വളരെ പൂരത്തിന് വരുന്നവർക്ക് ഒരു മനപ്രയാസമില്ലാതെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി പോകാവുന്ന ഒരു സാഹചര്യം തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അതിന് കാണിക്കുന്ന ഒരു പ്രത്യേക ജാഗ്രത, ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ 3 ദിവസമായിട്ട് ഇവിടെയുണ്ട്. ഇനി പൂരം കഴിഞ്ഞിട്ടേ അദ്ദേഹം പോവും. അതുപോലെ 2 മറ്റു മന്ത്രിമാരുണ്ട്, മന്ത്രി കെ രാജനുണ്ട്, ആർ ബിന്ദു മന്ത്രിയുണ്ട്. ഇവരൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയാണ്. നൂറുകണക്കിന് പോലീസുകാർ ഓരോ സ്ഥലത്തുണ്ട്. പോലീസുകാർ എല്ലാവർക്കും സേവനം ചെയ്യുന്നതായിട്ട് കാണാം. ഒരു തടസ്സമില്ലാതെ അന്തസ്സായി ചെയ്യുന്നതായിട്ട് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ ഇനിയും പരിഷ്കരിക്കാനും മാറ്റാനുമൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്കെടുക്കാം. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത നിലയിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതിൽ എനിക്ക് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ ജാഗ്രതയെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. എത്രയോ പ്രശ്നങ്ങൾ ഇപ്പോൾ മുമ്പിൽ ഇവിടെ വന്നു. ആളുകൾക്ക് പൂരം കാണുന്നതിന്, വെടിക്കെട്ട് കാണുന്നതിൻ്റെ തടസ്സം, ആനകൾ അണിനിരക്കുന്നതിന് തടസ്സം, ഇതുപോലെ തന്നെ ഓരോ സമയങ്ങളിലും വെടിക്കെട്ട് നടത്താൻ ആനകളെ അണിനിരത്തുന്ന കാര്യത്തിൽ ഒക്കെ നല്ല ജാഗ്രത സംസ്ഥാന ഗവൺമെൻറ് കാട്ടിയിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം കാട്ടിയിട്ടുണ്ട്. 2 ദേവസ്വങ്ങളും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സന്തോഷകരാണ്, മാതൃകാപരാണ്. ഷാജൻ, താങ്കൾ തൃശ്ശൂരിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ വിശ്വസിച്ചിരുന്നു നമ്മൾ മുഴുവൻ ആനകളെയും എഴുന്നള്ളിച്ച് ആന എഴുന്നള്ളിപ്പ്, ആ മേളവും ആവേശത്തോടു കൂടി എങ്ങനെയാണോ നേരത്തെ ജനങ്ങൾ കണ്ടിരുന്നത് അതേപോലെ മേളക്കാരുടെ തൊട്ടടുത്ത് നിന്ന് മേളം കേട്ടാലേ തൃശ്ശൂരെ മേളപ്രേമികൾക്ക് തൃപ്തരാവുള്ളൂ. ചിലപ്പോൾ അവരുടെ ചെണ്ടക്കോല് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് കൊണ്ടാൽ, വേദനയെടുത്താൽ ആ വേദന പോലും ആനന്ദമായിട്ട് കരുതുന്ന ആളുകളാണ് അവിടുത്തെ മേളപ്രേമികൾ. അത്തരത്തിലുള്ള മേള ആസ്വാദനം ഇത്തവണയും ഉണ്ടാകുമെന്ന്. അതുപോലെ വെടിക്കെട്ട്, അതതിൻ്റെ ഒരു നഗരത്തിൻ്റെ ഒത്ത നടുക്ക് ഇങ്ങനെ നടത്തുന്നത് വളരെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. അത് ഇത്തവണയും അതിൻ്റെ ശക്തിയോടുകൂടി തുടരും എന്നൊക്കെ ഏതാനും മാസം മുമ്പ് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു. അതോ എന്ത് തടസ്സം വന്നാലും അതൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ ജനതയ്ക്കുണ്ട് എന്ന ആ വിശ്വാസത്തിൽ താങ്കൾ കാത്തിരിക്കുകയായിരുന്നു. ഷാജൻ, ഇത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പൂരം ഇതുപോലെ അന്തസ്സിൽ നടക്കുമോ എന്ന് ഞാനും എന്നെപ്പോലെ പലരും സംശയിച്ചിരുന്നു. തൃശ്ശൂർ പൂരം ഭംഗിയായി നടക്കുമോ എന്ന് നമ്മളെല്ലാവരും ഭയപ്പെട്ട അല്ലെങ്കിൽ വിഷമിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത് യാഥാർത്ഥ്യമാണ്. അതിൽ പല പല ഘടകങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പോഴും തോന്നിയ കാര്യം ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെയുണ്ട് എന്ന നല്ല മനസ്സ് എനിക്ക് മാത്രമല്ല മഹാഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. പലപ്പോഴായി ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റില്ല, അതുപോലെ വെടിക്കെട്ട് നടത്താൻ പറ്റില്ല, നടത്തിയാൽ തന്നെ കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇത് ആളുകളെ വല്ലാണ്ട് വ്യാകുലപ്പെടുത്തിയ ഒന്ന് തന്നെയായിരുന്നു എന്ന് നേരത്തെ സാർ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെയൊക്കെ ഇത്രയേറെ മറികടന്ന് ഇമാതിരി പൂരം നടത്തിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡുകളും കാട്ടിയ
ആ ഇച്ഛാശക്തിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഗവൺമെൻറ്റിനെ അതിലൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കണം. നമ്മൾ പൂരപ്രേമികളെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ അത്യാവേശത്തോടു കൂടിയാണ് കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഷാജൻ, ഞാൻ തിരിച്ചു വരാം. അനൂപ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ജോയിൻ ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ നേതാവ് VR അനൂപ്. അനൂപ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ആദ്യം തന്നെ നമുക്കൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടു. അത് സാങ്കേതിക സംവിധാനങ്ങളുടെ ആണെങ്കിൽ പോലും ഔപചാരികമായി ഞാൻ താങ്കളോട് ഖേദം അറിയിക്കുകയാണ്, ഞങ്ങളുടെ ഖേദം അറിയിക്കുകയാണ്. താങ്കൾ നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. എന്തായാലും പൂരത്തിന്റെ തലേ ദിവസമാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംഘാടകർ സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കളങ്കമൊന്നും നേരിയതാണെങ്കിൽ പോലും അത് തീണ്ടാത്ത ഒരു പൂരം കാഴ്ചവെക്കാനാകും. നമ്മുടെ അഭിമാനത്തിനൊത്ത പൂരം, നമ്മുടെ ജനാധിപത്യ പാരമ്പര്യത്തിനും മതേതര ബോധത്തിനും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പൂരം ഇത്തവണ നടക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണോ അവിടെ മുന്നോട്ട് പോകുന്നത്? താങ്കൾ എന്ത് നിരീക്ഷിക്കുന്നു? താങ്കളുടെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്. ആ കോൺഗ്രസ് ഈ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു? അനൂപ്. തീർച്ചയായും കോൺഗ്രസിന്റെ നിലപാട് പൊതു ഇടങ്ങൾ, പൂരം പോലുള്ള പൊതു ഇടങ്ങളിൽ വർഗീയ താല്പര്യങ്ങൾ ഭരിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരമൊരു ചർച്ച പോലും കഴിഞ്ഞ തവണ പൂരത്തിലുണ്ടായ കളങ്കം ആവർത്തിക്കരുത് എന്നുള്ള കൈരളി ടിവിയുടെ ചർച്ചയെ പോലും ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ BJPയുടെ വർഗീയ അജണ്ടയെ പ്രതിരോധിക്കുമെന്ന് പറയുന്നതിനെയും പോസിറ്റീവായി കാണുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ കുടമാറ്റത്തിന് കുടകൾ പരിശോധിച്ച വിവരം പറഞ്ഞപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച ചില അപജയങ്ങൾ, അപഭ്രംശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സവർക്കറുടെ കുട പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്തരം കേരളത്തിലെ എപ്പോഴും ഇത്തരം വിശ്വാസം സമം, വിശ്വാസികൾ സമം, ഞങ്ങളാണ് എന്ന് പറയുന്ന അത്തരം ചിന്തകളെ പ്രതിരോധിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ പരിമിതപ്പെടുന്നതോ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ല. ഈ സമീപകാലത്ത് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെതിരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പൊതു ഇടങ്ങളിൽ ഇത്തരം പൊതു ഇടങ്ങളെ വർഗീയ താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും. പക്ഷെ മുൻകാലങ്ങളിൽ ചില പിഴവുകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായും അത്തരം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പൂരത്തിന്റെ സന്ദർഭത്തിൽ ഇന്നേ ദിവസം ഞങ്ങൾ പോകുന്നില്ല. തീർച്ചയായും അത്തരം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. അതിയായ ജാഗ്രത ആവശ്യമുണ്ട്. പൂരം പോലെ ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് ഇരച്ചു കയറാനുള്ള ഇത്തരം താല്പര്യങ്ങളെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സ്വാഗതാർഹമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. സത്യത്തിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഉള്ള ആ സ്വരം വളരെ ആഹ്ലാദകരം കൂടിയാണ്. നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം, ദേശീയ സമരത്തിലൂടെ ഉണ്ടായി വന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, അതിൻ്റെ ഭരണഘടന അനുശാസിക്കും വിധം തന്നെ കാര്യങ്ങൾ ഇവിടെ നടക്കണം. വർഗീയതയ്ക്ക് ഇവിടെ ഇടമില്ല എന്ന് താങ്കൾ വിട്ടുവീഴ്ചയില്ലാതെ പ്രഖ്യാപിക്കുന്നു. ഇത് അത്തരത്തിലുള്ളൊരു ചർച്ച, അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ചർച്ച തന്നെ നടക്കണം എന്ന് ഞാൻ കരുതുന്ന ഒരു ഇടമല്ല. പക്ഷേ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിന് വഴിവെക്കുന്ന പരാമർശങ്ങൾ ഞാനും നടത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം ആരോഗ്യകരമായൊരു സമൂഹം ചർച്ച ചെയ്യാൻ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പക്ഷേ ഇത്തവണയും ദീർഘമായ കൂടിയാലോചനകൾക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുത്തു തുടങ്ങിയ അവലോകന യോഗങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ശേഷം ദേവസ്വം മന്ത്രി സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ലഘുലേഖകളോ ഒന്നും ഇവിടെ പ്രദർശിപ്പിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് പോലുള്ള നടപടികളിലേക്ക് ആരും കടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ദുർബലമായ സ്വരത്തിൽ നിന്നാണെങ്കിൽ പോലും കീഴ്ത്തലത്തിൽ നിന്നാണെങ്കിൽ പോലും എതിർക്കാൻ ആളുണ്ടായി. താങ്കൾ പറഞ്ഞ ഇത്തരം വേദികളിൽ നടക്കുന്ന നുഴഞ്ഞുകയറൽ ശ്രമം, വർഗീയതയുടെ നുഴഞ്ഞുകയറൽ ശ്രമം, മതവിദ്വേഷത്തിൻ്റെ നുഴഞ്ഞുകയറൽ ശ്രമം, മുതലെടുക്കൽ ശ്രമം അവസാനിച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ എന്നാലേ അത് ഇത്തവണയും ദുർബലമായ സ്വരത്തിലാണെങ്കിൽ പോലും ഉണ്ടായതിൻ്റെ അർത്ഥം. അതിനെതിരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് ഈ പൂരം
ജനകീയ ഉത്സവമായി മാതൃകാപരമായി നടത്താൻ കൂട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് താങ്കൾ പറയാൻ തയ്യാറുണ്ടോ? ഒപ്പം തന്നെ ഉയർന്ന ആ ശ്രമങ്ങളെപ്പോലും ഒറ്റപ്പെട്ട ശ്രമങ്ങളെപ്പോലും അപലപിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അതിനൊരു സംശയവുമില്ല. അത് കഴിയുമോ എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാണ്. ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം? ചില ചിഹ്നങ്ങളെ അസോസിയേറ്റ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മത ചിഹ്നങ്ങൾ, ഹിന്ദു വിശ്വാസപരമായ ചിഹ്നങ്ങളെ എങ്ങനെയാണ് BJPക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നത്? BJPയെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് കാക്കി ട്രൗസറാണ്. ഏതെങ്കിലും ഹിന്ദു വിശ്വാസധാരയിൽ കാക്കി ട്രൗസറിന് സ്ഥാനമുണ്ടോ? അത് ഇറ്റലിയിലെ മുസോളനിയിൽ നിന്നാണ് അതിന്റെ ഊർജ്ജം സ്വീകരിക്കുന്നത്. ആർക്കാണ് അറിയാത്തത്? ഞാൻ ഇതിന്റെ ഇടയിൽ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇപ്പോ ഹരിപ്പാട് അമ്പലത്തിൽ നടന്ന കാവടി ആഘോഷത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ പങ്കെടുത്തത്. അപ്പോൾ RSS പ്രൊഫൈലുകൾ അതിനെതിരെ ഉന്നയിച്ചൊരു ആരോപണം, രമേശ് ചെന്നിത്തല ആചാരം അനുസരിക്കാൻ തയ്യാറാകുന്നില്ല, കാവി ധരിക്കാൻ തയ്യാറാകുന്നില്ല. കാവിയുടെ കുത്തക, വിശ്വാസങ്ങളുടെ കുത്തക, ആചാരത്തിന്റെ കുത്തക ആരാണ് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇവിടെ മത ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ, വിശ്വാസപരമായ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ ബാധിക്കുന്നതാണെന്നുള്ള അർത്ഥത്തിലുള്ള ഒരു മതങ്ങളുടെ മണ്ഡലം ഈ പറയുന്ന ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാനുള്ള അതിയായ ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ പറയുന്ന ചില താല്പര്യങ്ങൾ, ചില ചിഹ്നങ്ങൾ, ഇതിന്റെയൊക്കെ കുത്തക അവകാശപ്പെടുകയും അതിനെ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരെയുള്ള വലിയ പ്രതിരോധം അതിന് ഉണ്ടാവണം. അതിന് ഇടുങ്ങിയ കക്ഷി രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറത്ത് അതിനൊരു വിശാലമായ ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ നേരിടാൻ പലപ്പോഴും ഈ സർക്കാരിന്റെ ഭാഗത്ത് ജാഗ്രത കുറവ് ഉണ്ടാകുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് വിമർശനം. അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ സർക്കാരിന്റെ കൂടെ തന്നെ ഉണ്ടാകും, ഒരു സംശയമില്ല. വളരെ പ്രസക്തമാണ് താങ്കൾ ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ. ഇത് കോൺഗ്രസിന്റെ അഭിപ്രായമായി, PK ഷാജിന്റെ അഭിപ്രായമായി ഞങ്ങളുടെ ഡിജിറ്റൽ മീഡിയ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ആഹ്വാനമായി ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം ശ്യാംകുമാറിലേക്ക് വരികയാണ്. ശ്യാംകുമാർ, താങ്കൾ നേരത്തെ പൂരത്തിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാനും ഒരു തൃശ്ശൂർക്കാരനാണ്. പൂരത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ടാണ് ഞാനും വളർന്നിരിക്കുന്നത്. 1796 ശക്തൻ തമ്പുരാൻ പൂരം ആരംഭിക്കുന്നത്. ഇപ്പോൾ BJPയുടെ ഒരു പ്രസ്താവനയിൽ വന്നിരുന്നു, അത് പൂരത്തെ മതപരമായ ചടങ്ങല്ലെന്ന് വരുത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ചിലരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുപോലും അതിൽ പറഞ്ഞിരുന്നു. അത് മതപരം എന്നതിലേറെ ഒരു രാജാവ് ആരംഭിച്ച ചടങ്ങ് ആണ് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നു. നമുക്കെല്ലാവർക്കും ആ കഥകൾ അറിയാവുന്നതാണ്. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വിവിധ ദേശങ്ങളിലെ പൂരങ്ങൾ പോകുമ്പോൾ ആ കൊല്ലം 1795 ഒരു വലിയ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടാവുകയും ഈ പൂരത്തിന് ആറാട്ടുപുഴയിലേക്ക് എത്താൻ പറ്റാതെ വരികയും ചെയ്തു. അപ്പോൾ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയും അവരെ പൂരത്തിൽ നിന്നും വിലക്കുകയും ചെയ്തു ആറാട്ടുപുഴ പൂരം അധികാരികൾ എന്നാണ് കഥ. അപ്പോഴാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിന് വേണ്ടി ഒരു പൂരം ആരംഭിക്കുന്നത്. ഒരു ആചാരത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു രാജാവ്, ഒരു ഭരണകൂടം പ്രഖ്യാപിച്ചതാണ് ഈ ഉത്സവം എന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെയുള്ളൊരു കഥ, അവിടെ സമയത്തിന് എത്തിയില്ല എന്ന് മാത്രമല്ല, അതിൽ ഈ പൂരക്കാർ വഴി തടയപ്പെട്ടപ്പോൾ, വെള്ളം പൊങ്ങി വഴി തടയപ്പെട്ടപ്പോൾ തിടമ്പിറക്കി, പൂരമാണല്ലോ പോകുന്ന ആ തിടമ്പ് ഒരു ചക്കാട്ടുന്ന ആലയിൽ, ചക്കാലൻ്റെ ആലയിൽ വെച്ചു. അപ്പോൾ ഒരു അയിത്തം ഉണ്ടായി, അതുകൊണ്ട് കൂടിയാണ് വിലക്കപ്പെട്ടത് എന്നും ഐതിഹ്യം പറയുന്നു. ഇതൊക്കെ ഐതിഹ്യമാണ്, രേഖപ്പെടുത്ത ചരിത്രമല്ല. അങ്ങനെ ഒരു കലാപ സ്വഭാവം രാജാവ് തുടങ്ങിയിട്ട് പോലും അതിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഷാഡോ സ്റ്റേറ്റിനെതിരെ അന്നത്തെ യോഗാതിരിമാരും മാടമ്പിമാരും പ്രഭുക്കളും ഉൾപ്പെട്ട ആ ഷാഡോ ഭരണകൂടത്തിനെതിരെ പൊരുതിയ ഒരു രാജാവ് കൂടിയാണ്. അദ്ദേഹമാണ് ഉദ്യോഗസ്ഥർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി. ആ ഉദ്യോഗസ്ഥരിൽ അന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്കിൽ പോലും അതൊക്കെ ആരംഭിച്ചത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ആചാരം തിരുത്തപ്പെട്ടു വന്ന ഒരു ആചാരമാണ് പൂരം എന്നൊരു ഓർമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. പൂരത്തെ, അതിൻ്റെ ചരിത്രം വെച്ച്, അതിൻ്റെ സാംസ്കാരിക സത്തയെക്കുറിച്ച് താങ്കൾക്ക് ഒരു അക്കാദമിക് പണ്ഡിതൻ എന്ന നിലയ്ക്ക്, ചിന്തകൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ?
മാഷേ, നമ്മൾ പൂരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും. നമ്മൾ കേരളത്തിലൊരു ഈ ക്ഷേത്ര സംബന്ധിയായ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് തന്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. തന്ത്രസമുച്ചയം, ശേഷസമുച്ചയം, കുഴിക്കാട്ട് വച്ച ഒരുപാട് തന്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ തന്ത്രഗ്രന്ഥങ്ങളിൽ എവിടെയും നമ്മൾ ഇന്ന് തൃശ്ശൂർ കാണുന്ന പൂരം പോലെയുള്ള ഒരു പൂജാ ആചാരത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കേരളത്തിൽ എഴുതപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളൊന്നും കാണാൻ സാധ്യമല്ല. കാരണം പടഹാദി, ധ്വജാദി എന്നിങ്ങനെ പലതരത്തിലുള്ള ഉത്സവങ്ങളെ സംബന്ധിച്ച് തന്ത്രഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരിക്കലും നമ്മൾ ഈ പൂരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, വടക്കുന്നാഥൻ ഇതിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. പാറമേക്കാവിലെയും അതുപോലെ തിരുവമ്പാടിയിലെയും മറ്റ് ചെറുപൂരങ്ങളും ഒക്കെ തന്നെ വടക്കുന്നാഥൻ്റെ മുമ്പിൽ ഈ പൂരങ്ങളെല്ലാം അരങ്ങേറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് വടക്കുന്നാഥൻ ഒരു സാക്ഷിയായിട്ട് വിഹരിക്കുകയും ബാക്കിയുള്ള പൂരങ്ങളൊക്കെ തന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ഒരു രംഗമാണ് പൂരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇതിപ്പം മതപരം ആണ് എന്നൊക്കെ ഇപ്പോൾ വാദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തീർത്തും മതപരം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് പൂരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുണ്ട്. അതിലെ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് പടഹാദിയാണോ ധ്വജാദിയാണോ ഉത്സവം തന്ത്രസംബന്ധിയായിട്ട് നമുക്ക് പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും മതപരമായ ഒരു രീതിയിലേക്ക് പൂരത്തെ മടക്കിക്കൊണ്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ കേരളം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പി ഭാസ്കരനുണ്ണി എഴുതുന്നുണ്ട്. പൂരത്തിന് തീയരയും മറ്റും വഴിയിൽ വെച്ച് അടിക്കാറുള്ളതിനെ പറ്റിയും പൂരം എഴുന്നള്ളിച്ച് പോകുമ്പോൾ അശുദ്ധമാക്കിയെന്ന പേരിൽ തീയരുടെ പേരിൽ കേസുകൾ കൊടുത്തതിനെ പറ്റിയും പി ഭാസ്കരനുണ്ണി എഴുതുന്നുണ്ട്. പൂരം നടക്കുന്ന അവസരത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് സഹായത്തോടെ ഈഴവരെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കിവിട്ടതിനെ പറ്റി ടി കെ മാധവന്റെ ജീവചരിത്രത്തിൽ എഴുതുന്നുണ്ട്. അപ്പം ഇതൊക്കെ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്തും മതപരമായി അർത്ഥത്തിൽ കോട്ടാൻകോട്ടിലാണ് ഞാൻ മതപരം എന്ന് പറയുന്നത്. ആ മതം എന്ന് പറയുന്നത് ജാതിയാണ്. ഈ ജാത്യാചാര അനുഷ്ഠാനങ്ങളെല്ലാം പൂരവുമായി ബന്ധപ്പെട്ട ഒരു കാലത്ത് നിലനിന്നതാണ്. അപ്പം ഇത് മതപരമാണ് എന്ന് വാദിച്ചുറപ്പിക്കാൻ നോക്കിയാൽ ഇത് ജാത്യാചാര അനുഷ്ഠാനങ്ങളിലേക്ക് ഒരു പിന്മടക്കലായിത്തീരും. ഇത് ഒരു പോയിന്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സമഗ്രമായി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെ മാത്രമല്ല. ഞാൻ നോക്കി വ്യാപാരി വ്യവസായികളുടെ ഒരു വലിയ ഒരു അവരുടെ ഒരു പിന്തുണ ഈ കാര്യത്തിലുണ്ട്. മുസ്ലിം വ്യാപാരികളുടെ ഉണ്ട്, ക്രിസ്ത്യൻ വ്യാപാരികളുടെ ഉണ്ട്. വെടിക്കെട്ട് സംബന്ധിച്ചാണെങ്കിൽ നോക്കിയാൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ് വെടിക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകൾ പന്തലൊരുക്കുന്നത് മുതൽ കുടയൊരുക്കുന്നത് മുതൽ ആനയ്ക്ക് പട്ടം. അതെ, അങ്ങനെ നമുക്ക് ഓരോ കാര്യം നോക്കിയാൽ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെല്ലാം തന്നെ പങ്കുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. നമുക്ക് ആ നിലയ്ക്ക് പറയാൻ കഴിയും. അപ്പം ഈ പറയുന്ന രീതിയിൽ ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു വലിയ പൂരത്തെ വർഗീയതയുടെ ഒരു വേലക്കളിയാക്കി മാറ്റാനുള്ള ശ്രമം ആണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹിന്ദുത്വ ശക്തികൾ. വളരെ കൃത്യമാണ് ശ്യാംകുമാർ, വളരെ കൃത്യമാണ്. സമയപരിമിതി മൂലം താങ്കൾ പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ പോലെ കേട്ടിരിക്കണമെന്നുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം ദയവായി ഇടപെടാൻ അനുവദിക്കുക. അനൂപ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ചർച്ച നമുക്ക് സമാപിക്കേണ്ടിയിരിക്കുന്നു. നാളെ നമ്മൾ പൂരത്തിലേക്ക് പോവുകയാണ്. താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനായി ഉപസംഹാരമായി എന്താണ് പറയാനുള്ളത്? അനൂപ്, ചുരുക്കി ഇനി ഒരു 4 മിനിറ്റേ ഉള്ളൂ നമുക്ക്. തീർച്ചയായും ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലായി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറഞ്ഞതുപോലെ പൂരം പോലുള്ള ഇടങ്ങളിൽ ഈ തിരിച്ചു നടത്തത്തിന്റെ നമ്മൾ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രവണതകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ആ ബാധ്യത നമ്മൾ നിറവേറ്റുന്നത് എന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു വിശാലമായ മണ്ഡലം ഉയർന്നു വരേണ്ടതുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായി തൃശ്ശൂർ പൂരത്തിന് നേരെ ഇത്തരം ചില ഭീഷണികൾ ഉയർന്നു വന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മതേതര കേരളം, പുരോഗമന കേരളം എന്നൊക്കെ പറയുമ്പോഴും അതിന് ചില അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതിനെ കാണേണ്ടതുണ്ട്. അതിന് അനുസരിച്ചുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോ താങ്കളെ പോലെ തൃശ്ശൂർക്കാരനായ ഒരാൾക്ക് 10 വർഷം മുമ്പ് തൃശ്ശൂർ പൂരപ്പറമ്പിൽ സവർക്കറുടെ കുട ഉയരുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞു. അത്തരം ചില പരിശ്രമം വളരെ വളരെ കൃത്യമാണ്. തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തിരിച്ചു കൊണ്ടുപോകാനും നമുക്ക് അനുവദിക്കരുത്
എന്നാണ് കോൺഗ്രസിൻ്റെ ശബ്ദം പറയുന്നത്. പി കെ ഷാജി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി നാളെ നമ്മൾ പൂരത്തിലേക്ക് പോവുകയാണ്. താങ്കളുടെ പൂര സന്ദേശം പോലെ എന്താണ് പറഞ്ഞു വെക്കാനുള്ളത്? പി കെ ഷാജൻ. ഈ തെറ്റായ പ്രചരണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. കോൺഗ്രസ് പ്രതിനിധി അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും സന്തോഷകരമായ കാര്യമാണ്. അതിനെ ചെറുതായിട്ടാണെങ്കിലും ആര് വെല്ലുവിളിച്ചാലും അത് കേരളീയ സമൂഹവും തൃശ്ശൂർ പൂരപ്രേമികളും അതിനെ തികഞ്ഞ അവഗണനയോടുകൂടി തള്ളിക്കളയും. അത് അവർ സ്വയം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ പ്രതിസന്ധികളൊക്കെ വന്ന സന്ദർഭത്തിൽ ദേവസ്വം ബോർഡുകളുടെ മനസ്സിൽ പ്രധാനികൾ മുഖ്യമന്ത്രി ഇടപെട്ടാൽ ഇത് തീരും, അവരതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടല്ല, തീരും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും ഇടപെടൽ ഈ കമ്മിറ്റികൾ രണ്ടും അതുപോലെ തന്നെ പൂരപ്രേമികളും സന്തോഷമായിട്ടാണ് എടുക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പൊൻതൂവൽ ഒന്നുകൂടി പിന്നെ തൊപ്പിയിൽ വരികയാണ് എന്നുകൂടി അത് സന്തോഷകരമായി പറയുകയാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഈ പൂരത്തിനിടയിൽ കിടന്നടക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആവേശകരവും സന്തോഷകരമാവും. ഏത് ദുഷ്ടശക്തികൾ ഇതിനെ തകർക്കാൻ ശ്രമിച്ചാലും അത് തൃശ്ശൂർ ജനത സമ്മതിക്കില്ല. കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ച അതേ കാര്യങ്ങൾക്കൊപ്പം മുഴുവൻ പൂരപ്രേമികളും ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. സന്തോഷം ഷാജൻ. ഞങ്ങൾ ഈ സംവാദം അവസാനിപ്പിക്കുകയാണ്. വൈലോപ്പിള്ളി പാടിയിട്ടുണ്ട്, ഉറങ്ങിയില്ലീ രാവിൽ വടക്കുനാഥൻ പുറം തിരിഞ്ഞുമേവും ദേവി പിണക്കം മറന്നെത്തി. അത് തിരുവാതിര നാളിനെ കുറിച്ചാണ്. ശിവരാത്രി പോലെ തിരുവാതിര പോലെ നാളെ വടക്കുനാഥൻ ഉറങ്ങാത്ത മറ്റൊരു ദിവസം പിറക്കുകയാണ്. ദേവനെ അഭിമാനത്തോടെ ഉറക്കമിളച്ച് കാണാനാവുന്ന ഒരു നല്ല പൂരം നടത്താൻ നമുക്ക് കഴിയട്ടെ. കവി കൽപ്പനയിലെ ദേവിയെ പോലെ എല്ലാവരും കൊച്ചു കൊച്ചു പിണക്കങ്ങൾ തർക്കങ്ങൾ മറന്ന് ഒത്തുചേർന്ന് നിന്ന് വിജയിപ്പിക്കുന്ന ഒരു പൂരം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വാസവനും പി കെ ഷാജനും വി ആർ അനൂപിനും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു.